നാരായണ. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാം ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേऽത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാതരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ. ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൗജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായ ബ്രാഹ്മണോത്തമനായ കുചേലൻ്റെ ആ ഗതി, അല്ലെങ്കിൽ കുചേലനെ ഭഗവാൻ അനുഗ്രഹിച്ച കുചേലോപാഖ്യാനം എന്നുള്ള കഥയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. 2 അധ്യായങ്ങളാണ് കുചേലോപാഖ്യാനം. ദശമസ്കന്ധത്തിലെ 80ഉം 81ഉം അധ്യായങ്ങൾ. നമുക്കാദ്യം ഒരധ്യായം വായിക്കാം, 80ാം അധ്യായം, എന്നിട്ട് വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അശീതിതമോऽധ്യായഃ. രാജോവാച ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മനഃ വീര്യാണ്യനന്തവീര്യസ്യ ശ്രോതുമിച്ഛാമഹേ പ്രഭോ. കോ नु ശ്രുത്വാ സകൃദ്ബ്രഹ്മൻ ഉത്തമശ്ലോകസത്കഥാഃ വിരമേത വിശേഷജ്ഞോ വിഷണ്ണഃ കാമമാർഗണൈഃ. സാവാഗ്യയാ തസ്യ ഗുണാൻ ഗൃണീതേ കരൗ ച തത്കർമ്മകരൗ മനശ്ച സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തത്പുണ്യകഥാഃ സകർണഃ. ശിരസ്തു തസ്യോഭയലിംഗമാനമേവ തദേവ യത് പശ്യതി തദ്ധി ചക്ഷുഃ. അംഗാനി വിഷ്ണോരതജ്ജനാനാം പാദോദകം യാനി ഭജന്തി നിത്യം. സൂത ഉവാച വിഷ്ണുരാദേന സംപൃഷ്ടോ ഭഗവാൻ ബാദരായണിഃ വാസുദേവേ ഭഗവതി നിമഗ്നഹൃദയോ ബ്രവീത്. ശ്രീശുക ഉവാച കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമഃ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയഃ. യദൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമീ തസ്യ ഭാര്യാ കുചൈലസ്യ ക്ഷുക്ഷാമാ ച തഥാവിധാം. പതിവ്രതാ പതിം പ്രാഹ മ്ലായതാവദനേന സാ ദരിദ്രാസീതമാനാ സാ വേപമാനാഭിഗമ്യ ച. നനു ബ്രഹ്മൻ ഭഗവതഃ സഖാ സാക്ഷാത് ശ്രിയഃ പതിഃ ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച ഭഗവാൻ സാത്വദർശവഃ. തമുപൈഃ മഹാഭാഗ സാധൂനാം ച പരായണം ദാസ്യതി ദ്രവിണം ഭൂരി സീദതേ തേ കുടുംബിനി. ആസ്തേ അധുനാ ദ്വാരവത്യാം ഭോജവൃഷ്ണ്യന്തകേശ്വരഃ സ്മരതഃ പാദകമലം ആത്മാനമഭിയച്ഛതി. കിം നർത്തകാമാൻ ഭജതോ നാത്യഭീഷ്ടാൻ ജഗദ്ഗുരുഃ. സ്വയേവം ഭാര്യയാ വിപ്രോ ബഹുശഃ പ്രാർത്ഥിതോ മൃദു. അയം ഹി പരമോ ലാഭഃ ഉത്തമശ്ലോകദർശനം. ഇതി സഞ്ചിന്യ മനസാഗമനായ മതിം ദധേ. അപ്യസ്ത്യുപായനം കിഞ്ചിത് ഗൃഹേ കല്യാണി ദീയതാം. യാചിത്വാ ചതുരോ മുഷ്ടീൻ വിപ്രാൻ പൃഥുകതണ്ഡുലാൻ ചൈലഖണ്ഡേന താൻ ബദ്ധ്വാ ഭർത്രേ പ്രാദാദുപായനം. സതാനാദായ വിപ്രാഗ്ര്യഃ
പ്രയയൗ ദ്വാരകാം കില കൃഷ്ണസന്ദർശനം മഹ്യം കഥം സ്യാദിതി ചിന്തയൻ ത്രീണി ഗുൽമാന്യതീയായ തിസ്രഃ കക്ഷാശ്ച സദ്വിജഃ വിപ്രോഗമ്യാന്തകവൃഷ്ണീനാം ഗൃഹേഷച്യുതധർമ്മിണാം ഗൃഹം ദ്യഷ്ടസഹസ്രാണാം മഹിഷീണാം ഹരേർദ്വിജഃ വിവേശൈകതമം ശ്രീമദ്ബ്രഹ്മാനന്ദം ഗതോ യഥാ തം വിലോക്യാച്യുതോ ദൂരാത് പ്രിയാപര്യങ്കമാസ്തിദഃ സഹസോത്ഥായ ചാഭ്യേത്യ ദോർഭ്യാം പരിഗ്രഹീത് മുദാ സഖ്യുഃ പ്രിയസ്യ വിപ്രർഷേഃ അംഗസംഗാദിനിർവൃതഃ പ്രീതോ വ്യമുഞ്ചതബിന്ദൂൻ നേത്രാഭ്യാ പുഷ്കരേ ക്ഷണഃ അധോപവേശ്യ പര്യങ്കേ സ്വയം സഖ്യുഃ സമർഹണം ഉപഹൃത്യാവനിജ്യാസ്യ പാദൗ പാദാവനീജനീഃ അഗ്രഹീത് ശിരസാ രാജൻ ഭഗവാൻ ലോകപാവനഃ വ്യലിംബദ്ദിവ്യഗന്ധേന ചന്ദനാഗരുകുങ്കുമൈഃ ധൂപൈഃ സുരഭിർമിത്രം പ്രദീപാവലിഭിർമുദാ അർച്ചിത്വാ വേദ്യതാംബൂലം ഗാം ച സ്വാഗതമബ്രവീത് കുചൈലം മലിനം ക്ഷാമം ദ്വിജം ധമനി സന്തതം ദേവീ പര്യചരത് സാക്ഷാത് ചാമരവ്യജനേന വൈ അന്തഃപുരജനോ ദൃഷ്ട്വാ കൃഷ്ണേനാമലകീർത്തിനാ വിസ്മിതോ ഭൂതതി അതിപ്രീത്യാ അവധൂതം സഭാജിതം കിമനേന കൃതം പുണ്യം അവധൂതേന ഭിക്ഷുണാ ശ്രിയാഹീനേന ലോകേസ്മിൻ ഗർഹിതേനാധമേന ച യോസൗ ത്രിലോകഗുരുണാ ശ്രീനിവാസേന സംവൃതഃ പര്യങ്കസ്താം ശ്രിയം ഹിത്വാ പരിഷ്വക്തോഗ്രജോ യഥാ കഥയാഞ്ചക്രദുർഗാധാ പൂർവാ ഗുരുകുലേ സദോഃ ആത്മനോർലളിതാ രാജൻ കരൗ ഗൃഹ്യ പരസ്പരം ശ്രീഭഗവാനുവാച അപി ബ്രഹ്മൻ ഗുരുകുലാത് ഭവതാലബ്ധദക്ഷിണാത് സമാവൃത്തേന ധർമ്മജ്ഞാ ഭാര്യോഢാ സദൃശീ നവാം പ്രായോ ഗൃഹേഷു തേ ചിത്തം അകാമവിഹതം തഥാ നൈവാദിപ്രീയസേ വിദ്വൻ ധനേഷു വിദിതം ഹി മേ കേചിത് കുർവന്തി കർമാണി കാമൈരഹത ചേതസഃ ത്യജന്തഃ പ്രകൃതിർദൈവീഃ യദാഹം ലോകസംഗ്രഹം കച്ചിത് ഗുരുകുലേ വാസം ബ്രഹ്മൻ സ്മരസി നൗ യതഃ ദ്വിജോ വിജ്ഞായ വിജ്ഞേയം തമസഃ പാരമസ്നുതേ സ വൈ സത്കർമ്മണാം സാക്ഷാത് ദ്വിജാതേരിഹ സംഭവഃ ആദ്യോംഗ യത്രാശ്രമിണാം യദാഹം ജ്ഞാനഗോ ഗുരുഃ നന്വർത്ഥകോവിദാ ബ്രഹ്മൻ വർണ്ണാശ്രമ വദാമിഹ യേ മയാ ഗുരുണാ വാചാ തരന്ത്യഞ്ജോ ഭവാർണവം നാഹം ഇജ്യാ പ്രജാതിഭ്യാം തപസോപശമേന വാ തുഷ്യേയം സർവഭൂതാത്മാ ഗുരുശുശ്രൂഷയാ യഥാ അപി ന സ്മര്യതേ ബ്രഹ്മൻ വൃത്തം നിവസതാം ഗുരൗ ഗുരുദാരൈശ്ചോദിതാനാം ഇന്ധനാനയനെ ക്വചിത് പ്രവിഷ്ടാനാം മഹാരണ്യം അപർത്തൗ സുമഹദ്വിജ വാതവർഷമഭൂതീവ്രം നിഷ്ഠുരാസ്തനയിത്നവഃ സൂര്യശ്ചാസ്തം ഗതസ്താവത് തമസാ ചാവൃതാ ദിശഃ നിമ്നം കൂലം ജലമയം ന പ്രാജ്ഞായത കിഞ്ചന വയം വൃശം തത്ര മഹാനിലംബുഭിഃ നിഹന്യമാനാ മുഹുരംബു സംപ്ലവേ ദിശോ വിദന്തോദ പരസ്പരം വനേ ഗൃഹീതഹസ്താഃ പരിബഭ്രിമാതുരാഃ ഏതദ്വിദിത്വാ ഉദിതേരവൗ സന്ദീപനിർഗുരുഃ അന്വേഷമാണോ നഃ ശിഷ്യാൻ ആചാര്യോ അപശ്യതാതുരാൻ അഹോ ഹേ പുത്രകായൂയം അസ്മദർത്തേതി ദുഃഖിതാഃ ആത്മാ വൈ പ്രാണിനാം പ്രേഷ്ടഃ തം അനാദൃത്യ മത്പരാഃ ഏതദേവ ഹി സച്ഛിഷ്യൈഃ കർത്തവ്യം കുരു നിഷ്കൃതം യദ്വൈ വിശുദ്ധഭാവേന സർവാർത്ഥാത്മാർപ്പണം ഗുരൗ തുഷ്ടോഹം ഭോ ദ്വിജശ്രേഷ്ഠാഃ സത്യാസന്തു മനോരഥാഃ
ഛന്ദാംസ്യയാതയാമാനി ഭവന്തു ഇഹ പരത്ര ച ഇത്തം വിധാന്യനീകാനി വസതാം ഗുരുവേ സ്മസു ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണഃ പ്രശാന്തയേ. ബ്രാഹ്മണ ഉവാച കിമസ്മാഭിർ അനിർവൃത്തം ദേവദേവ ജഗദ്ഗുരോ ഭവതാ സത്യകാമേന യേഷാം വാസോ ഗുരൗ അഭൂത്. യസ്യ ഛന്ദോമയം ബ്രഹ്മ ദേഹ ആവപനം വിഭോ ശ്രേയസാം തസ്യ ഗുരുഷു വാസോത്യന്തവിഡംബനം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശ്രീരാമചരിതേ അശീതിതമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, കുചേലോപാഖ്യാനത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ 80-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചു. ദശമസ്കന്ധത്തിലെ 80-ാം അധ്യായം. കഴിഞ്ഞ 2 അധ്യായങ്ങളായിട്ട് ബലരാമസ്വാമിയുടെ തീർത്ഥയാത്രയും അതിൽ നൈമിശാരണ്യത്തിൽ വെച്ച് അദ്ദേഹം ചെയ്ത ഒരു അധർമ്മത്തെക്കുറിച്ചും അതിന് പ്രായശ്ചിത്തമായിട്ട് അദ്ദേഹം ചെയ്ത കർമ്മങ്ങളും, ഉഗ്രസ്രവസ് എന്ന സൂതനെ അഭിഷേകം ചെയ്ത് ആയുഷ്മാനാക്കി വാഴ്ത്തിച്ചു. ഇല്വലന്റെ പുത്രനായ ബല്വലനെ വധിച്ചു. പിന്നീട് ഭാരതം മുഴുവൻ തീർത്ഥാടനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ തൻ്റെ കളങ്കമെല്ലാം കഴുകിക്കളഞ്ഞ്, മാലിന്യമെല്ലാം കഴുകിക്കഴിഞ്ഞ് പരമശുദ്ധനായി തീർന്നു. ഇടയ്ക്ക് അദ്ദേഹം മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന ഭാഗത്ത് ദുര്യോധനനും ഭീമസേനനും തമ്മിൽ ഗദായുദ്ധം നടക്കുന്നിടത്ത് ചെന്ന് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു, പരാജയപ്പെട്ടു. എല്ലാം വിധി എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ തീർത്ഥയാത്ര തുടർന്നും പൂർത്തിയാക്കി. നൈമിഷാരണ്യത്തിൽ ചെന്ന് ആ ഋഷിമാരുടെ പൗരോഹിത്യത്തിൽ കുറേ യാഗങ്ങളൊക്കെ ചെയ്ത് ഭാര്യാസമേതനായി അവഭൃത സ്നാനവും ചെയ്ത് എല്ലാവർക്കും ധാരാളം ദാനധർമ്മങ്ങളും ദക്ഷിണയും എല്ലാം ചെയ്ത് തിരിച്ച് അദ്ദേഹം ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ബലരാമസ്വാമിയുടെ കഥകൾ വിസ്തരിച്ചു. ഇനിയാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവായ കുചേലൻ്റെ അല്ലെങ്കിൽ സുദാമാവിൻ്റെ ചരിതം 2 അധ്യായങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നു. നമ്മൾ ആദ്യ അധ്യായം വായിച്ചു. നമുക്കതിലേക്ക് പ്രവേശിക്കാം. നമ്മൾ പല പ്രാവശ്യം
വിസ്തരിച്ച് തന്നെ പറഞ്ഞിട്ടുള്ള കഥകളാണിതെല്ലാം. പ്രത്യേകിച്ച് ചില വിശേഷ ദിവസങ്ങളിൽ നമ്മൾ കുചേലോപാഖ്യാനം തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗയിലൂടെ കേൾക്കുമ്പോൾ ഒന്നുകൂടെ വിശദീകരിച്ച് അല്ലേ ഓരോ ശ്ലോകവും വേർഡ് ബൈ വേർഡായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റത് നമ്മൾ സമയബന്ധിതമായിട്ടാണ് പല പരിപാടികളും ചെയ്യാറ്. ഇവിടെ പിന്നെ സമയബന്ധം ഇല്ല, ഫ്രീ ആണ്. നമ്മൾ എന്തൊക്കെ പറയാനുണ്ടോ എല്ലാ ഡീറ്റെയിൽസിലേക്കും പോകാം. ഇപ്പോൾ നമുക്കതിലേക്ക് പോകാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ദശമസ്കന്ധേ അശീതിതമോऽധ്യായഃ. രാജോവാച ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മനഃ വീര്യാണ്യനന്തവീര്യസ്യ ശ്രോതുമിച്ഛാമി ഹേ പ്രഭോ. കോ नु ശ്രുത്വാ സകൃദ്ബ്രഹ്മൻ ഉത്തമശ്ലോകസത്കഥാഃ വിരമേത വിശേഷജ്ഞോ വിഷണ്ണഃ കാമമാർഗണൈഃ. രാജോവാച ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മനഃ വീര്യാണി അനന്തവീര്യസ്യ ശ്രോതുമിച്ഛാമി ഹേ പ്രഭോ. ഇവിടെ രാജാ ഉവാച, പരീക്ഷിത്ത് രാജാവ് ചോദ്യം ചെയ്യുകയാണ്. കാരണം ഭഗവാന്റെ കഥകൾ രാജസൂയയാഗം, ശിശുപാലവധം, ദന്തവക്രവധം, സാൽവവധം, വിദൂരതവധം ഇതെല്ലാം വർണ്ണിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരമായി വഴിമാറിപ്പോയിരിക്കുകയാണ് അല്ലേ. ബലരാമസ്വാമിയുടെ കഥകൾ പറയുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചരിതം. ബലരാമസ്വാമി എന്തൊക്കെയാ ചെയ്തതെന്ന് കുറച്ച് ശ്രീകൃഷ്ണ ചരിതത്തിൽ നിന്ന് വ്യതിചലിച്ച് ബലരാമചരിതം പറയുകയായിരുന്നു. അപ്പോൾ ഭഗവാന്റെ ചരിതം കഴിഞ്ഞുവോ, ഇനിയും ശ്രീശുക ബ്രഹ്മർഷി പറയുകയില്ലേ? ശ്രീകൃഷ്ണ ചരിതം ഉപസംഹരിച്ചുവോ? ഇനി ബലരാമസ്വാമിയുടെ ചരിതവും ദാപ്പോൾ ഉപസംഹരിച്ചു അല്ലേ. അവസാനം പറഞ്ഞില്ലേ, ആരാണ് ഇങ്ങനെയുള്ള അസംഖ്യങ്ങളായ ബലശാലിയായ ബലന്റെ അനന്തനും അപ്രമേയനും മായാമർത്യനുമായ അദ്ദേഹത്തിന് അനേക ലീലകളുണ്ട്. ആരാണോ രാമന്റെ അത്ഭുത കർമ്മങ്ങളെ അനുസ്മരിക്കുന്നത് രാവിലെയും വൈകുന്നേരവും അവൻ വിഷ്ണുവിന് പ്രിയനായി ഭവിക്കും എന്ന് പറഞ്ഞൊരു കൺക്ലൂഷനായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അപ്പോൾ കൃഷ്ണകഥകൾ ഇനി തനിക്ക് കേൾക്കാൻ പറ്റില്ലേ എന്നുള്ളതായിട്ടുള്ളൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ടാവും. ഭഗവാന്റെ വളരെ ശ്രേഷ്ഠങ്ങളായ ചരിതങ്ങൾ, കഥകൾ, ഭഗവാന് തന്നെ പ്രിയപ്പെട്ട ഭഗവാന്റെ കൂട്ടുകാരന്റെ കഥ, അതൊക്കെ പറയാനുണ്ട്. അപ്പം അതൊക്കെ ശ്രീശുക ബ്രഹ്മർഷി പറയാതെ തന്നോട് യാത്ര പറഞ്ഞു പോകുമോ? അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ അല്ലേ. ശ്രീശുക ബ്രഹ്മർഷിയുടെ സ്വഭാവം അറിയുന്നവർക്ക് എപ്പോഴും അദ്ദേഹം ഏതു നിമിഷം വേണമെങ്കിലും എഴുന്നേറ്റ് പോകാം എന്നുള്ള ചിന്തയുണ്ടാവും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിടിച്ചിരുത്തണമെങ്കിൽ കുറച്ച് പണിയാണ്. പിടിച്ചിരുത്തണമെങ്കിൽ അത്രയും ശ്രദ്ധയും ആ കഥ കേൾക്കുന്നതിൽ ഔത്സുക്യവും വേണം. അങ്ങനെ വളരെ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം ഇരുന്ന് പറഞ്ഞു കൊടുക്കുള്ളൂ എന്ന് നല്ല അറിവുണ്ട്. അപ്പോൾ പരീക്ഷിത്ത് രാജാവിനാണെങ്കിൽ അത് നല്ലോണം ഉണ്ട് താനും. ഭഗവാന്റെ കഥ എത്ര കേട്ടാലും മതിയാവാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഉത്കണ്ഠയും ഭഗവാന്റെ കഥ അറിയാനുള്ള ആ കൗതുകവും ശ്രദ്ധയും അല്ലെ, ആ ക്യൂരിയോസിറ്റി എല്ലാം പ്രകടിപ്പിക്കുകയാണ് എന്ന് പറയാം. ഇനിയും ഭഗവാന്റെ കഥകൾ വിസ്തരിച്ച് കേൾക്കണം എന്ന് തൻ്റെ ശ്രദ്ധയെ അവതരിപ്പിക്കുകയാണ്. അതാണ് രാജോവാച. ഇങ്ങനെയുള്ള നല്ല ശിഷ്യന്മാരുണ്ടായാൽ ഏത് ഗുരുക്കന്മാർക്കും സന്തോഷമാണ്. ഭഗവാന്റെ കഥ അല്ലെങ്കിൽ സദ്ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനം
ഇതൊക്കെ കേൾക്കാൻ ധാരാളം ശിഷ്യഗണങ്ങൾ തൽപരരായിട്ടുണ്ടെങ്കിൽ ഗുരുക്കന്മാർക്ക് വളരെ ശ്രദ്ധ അല്ലെങ്കിൽ വളരെ താല്പര്യവും സന്തോഷവും ഉണ്ടാകും. അപ്പം അങ്ങനെ ഒരു നല്ല ഉത്തമനായിട്ടുള്ള ശുശ്രൂഷുവായിട്ടുള്ള ശിഷ്യനാണ് താനെന്ന് പ്രകടിപ്പിക്കുകയാണ് ഇവിടെ പരീക്ഷിത്ത് രാജാവ് ഈ അദ്ദേഹത്തെ ശുഖബ്രഹ്മർഷിയെ പിടിച്ചു നിർത്തി കൂടുതൽ കഥകൾ കേൾക്കാൻ. അപ്പം അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. രാജോവാച ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മനഃ വീര്യാണ്യനന്തവീര്യസ്യ ശ്രോതുമിച്ഛാമി ഹേ പ്രഭോ. രാജാ ഉവാച ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മനഃ വീര്യാണി അനന്തവീര്യസ്യ ശ്രോതുമിച്ഛാമി ഹേ പ്രഭോ. ശ്രീ ശുഖബ്രഹ്മർഷിയെ സംബോധന ചെയ്യണ ഭഗവൻ, അല്ലയോ സർവജ്ഞ, എല്ലാം അറിയുന്നവനെ, ഹേ പ്രഭോ, അല്ലയോ സമർത്ഥനായിരിക്കുന്നവനെ, പ്രഭുവായിരിക്കുന്നവനെ, ഭഗവാന്റെ കഥകളെല്ലാം വേണ്ട പോലെ പറഞ്ഞു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുവാനുള്ള ശക്തിയുള്ളവനെ പ്രഭോ. യാനിച്ച അന്യാനി മുകുന്ദസ്യ മഹാത്മനഃ അനന്തവീര്യസ്യ വീര്യാണി. അപ്പോ ഭഗവാനെ വിശേഷിപ്പിക്കുന്നതാണ് അനന്തവീര്യസ്യ മഹാത്മനഃ മുകുന്ദസ്യ. മുകുന്ദൻ ഭഗവാന്റെ കഥ കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ മുക്തിദാതാവാണ്. മുക്തിം ദദാതീതി മുകുന്ദഃ. ഭഗവാന്റെ കഥ കേൾക്കുന്തോറും നമ്മൾ ആ മുക്തിപദത്തിൽ മുന്നേറുകയാണ്, ആത്മതത്വത്തോട് അടുക്കുകയാണ്. ഭഗവാനെക്കുറിച്ച് കേൾക്കൽ തന്നെയാണ് മുക്തിക്കുള്ളതായിട്ടുള്ള ഉപായം. ശ്രോതവ്യഃ മന്തവ്യഃ നിധിധ്യാസിതവ്യഃ എന്ന് ഏതൊരു തത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കണമോ ഉപനിഷത്തുക്കൾ, അല്ലേ? ആ ആത്മതത്വം തന്നെയാണ് മുകുന്ദൻ. ആത്മാവാ അരേ ജ്ഞാതവ്യഃ ശ്രോതവ്യഃ മന്തവ്യഃ നിധിധ്യാസിതവ്യഃ. ബൃഹദാരണ്യകോപനിഷത്തില് യാജ്ഞവൽക്യ മഹർഷി ഗാർഗിയോട് പറയുന്ന വചനങ്ങളാണ്. ഈ മനുഷ്യജന്മം കൊണ്ട് കർത്തവ്യമായിട്ട് അറിയേണ്ടത് ആത്മാവിനെയാണ്. അതിനുള്ള മാർഗം ശ്രവണം, മനനം, നിധിധ്യാസനം. അപ്പം ആദ്യം ഗുരുവിൽ നിന്ന് ശ്രവണം ചെയ്യണം, കർത്തവ്യതയാ ശ്രവണം ചെയ്യണം. അതിനെ വേണ്ട പോലെ മനസ്സിൽ ഇട്ട് മഥിക്കണം, മനനം ചെയ്യണം, യുക്തിയുക്തം വിചാരം ചെയ്ത് അതിൽ ഉറപ്പു വരണം. ഉറപ്പു വന്ന ആശയത്തെ ഉള്ളിലിട്ട് ഉറപ്പിക്കണം. സ്ഥൂളാഗണന ന്യായേന വീണ്ടും 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 അതിനെ അനുസന്ധാനം ചെയ്ത് ഉള്ളിൽ ഉറപ്പിക്കണം. അതാണ് നിധിധ്യാസനം. അപ്പോൾ ഇങ്ങനെ ഏതൊരു ആത്മാവിനെ കുറിച്ച് വേദം അല്ലെങ്കിൽ ഉപനിഷത്ത് ശ്രോതവ്യഃ മന്തവ്യഃ നിധിധ്യാസിതവ്യഃ എന്ന് പറഞ്ഞുവോ, ആ ആത്മാ തന്നെയാണ് ഇവിടെ മുകുന്ദൻ. ആ ആത്മസ്വരൂപനായ മുകുന്ദനെ കുറിച്ച് കേൾക്കുന്നത് മുക്തിയിലേക്ക് നയിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള മുകുന്ദസ്യ അനന്തവീര്യസ്യ, അനന്തവീര്യം എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റാത്ത വീര്യത്തോടുകൂടിയവൻ, ശക്തിയോടുകൂടിയവൻ, പ്രഭാവത്തോടുകൂടിയവൻ, അനേക ലീലകളെ ചെയ്തവൻ, സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ ചെയ്യുന്നു, അതിൽ സ്ഥിതിക്ക് വേണ്ടി പല ലീലകളും ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള പരാക്രമത്തോടുകൂടിയവനായ മഹാത്മനഃ, മഹാത്മാവായിരിക്കുന്ന, ഏറ്റവും വലിയ ആത്മസ്വരൂപനായിരിക്കുന്ന, ബ്രഹ്മമായിരിക്കുന്ന ആ മുകുന്ദന്റെ യാനി അന്യാനി വീര്യാണി, യാവയാണ് ഇനിയും അന്യങ്ങളായിട്ടുള്ള ലീലകൾ, വീര്യങ്ങൾ, പരാക്രമങ്ങൾ, താനി ശ്രോതുമിച്ഛാമി. ഇനി ഏതൊക്കെ കഥകൾ പറയാനുണ്ടോ, അന്യ കഥകൾ പറയാനുണ്ടോ, താനി ശ്രോതുമിച്ഛാമി, അവകളെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഇനിയും കേൾക്കണം, എത്ര കേട്ടാലും മതിയാവില്ല. അപ്പൊ അത് എന്തുകൊണ്ട് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ തനിക്ക് മതിയായില്ല എന്ന് പറയണു? താൻ തന്നെ അതിനെ ന്യായീകരിക്കണം.
എന്താണ് കാരണം? ഭഗവാന്റെ കഥ കേൾക്കുന്നതിൽ മറ്റുള്ളവരുടെ കഥ കേൾക്കുന്നത് പോലെയാണോ ഭഗവാന്റെ കഥ? വേറെ ഏതെങ്കിലും അല്ലേ നോവലുകളോ കഥകളോ ഏതെങ്കിലും കഥാനായകന്മാരുടെ കാര്യങ്ങൾ കേൾക്കുന്നത് പോലെയാണോ ഭഗവാന്റെ കഥ? അല്ല. അതെടുത്ത് പറയാണ്. കോന്നു ശ്രുത്വാ സകൃത് ബ്രഹ്മൻ ഉത്തമ ശ്ലോക സത്കഥാഃ വിരമേത വിശേഷജ്ഞോ വിഷണ്ണഃ കാമമാർഗണൈഃ. കോनु ശ്രുത്വാ സകൃത് ബ്രഹ്മൻ ഉത്തമ ശ്ലോക സത്കഥാഃ വിരമേത വിശേഷജ്ഞോ വിഷണ്ണഃ കാമമാർഗണൈഃ. കാമമാർഗണൈഃ വിഷണ്ണഃ വിശേഷജ്ഞഃ കഃ नु ഹേ ബ്രഹ്മൻ ഉത്തമശ്ലോക സത്കഥാഃ അസകൃത് ശ്രുത്വാ വിരമേത. ഒരു ചോദ്യം തിരിച്ച് ചോദിക്കുകയാണ്. കോനു വിരമേത? ആര് വിരമിക്കും? എന്തിൽ നിന്ന്? ആ ഉത്തമശ്ലോക സത്കഥാഃ അസകൃത് ശ്രുത്വ. ഉത്തമശ്ലോകനായ ഭഗവാന്റെ സത്കഥകളെ അസകൃത് പലവരും തുടർച്ചയായിട്ട് നിരന്തരം ശ്രുത്വ കേട്ടിട്ട് എത്ര പ്രാവശ്യം കേട്ട് കഴിഞ്ഞാലും കോനു വിരമേത, ആര് വിരമിക്കും? ഒരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. കാരണം അതിന്റെ കാരണം പറയുന്നുണ്ട്. കാമമാർഗണൈഃ വിഷണ്ണഃ വിശേഷജ്ഞഃ. കാമമാർഗണം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ പറയാം. കാമങ്ങളെ അഥവാ വിഷയങ്ങളെ മാർഗണം ചെയ്യുക, അന്വേഷണം ചെയ്യുക. അപ്പോൾ ഭോഗവിഷയങ്ങളുടെ പുറകെ പോയി വിഷണ്ണനാവുക. വിഷണ്ണനാവുക എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ തളരുക. സീതതി എന്നുള്ള ഷതിള് ധാതു, ആ സതിള് ധാതുവിന്റെ രൂപാന്തരമാണ് വിശേഷേണ ഷണ്മനായവൻ. സതിള് ധാതുവിന്റെ രൂപാന്തരമാണ് ഷണ്മൻ. ഷണ്ണൻ എന്ന് പറഞ്ഞാൽ തളർന്നവൻ എന്നാണ്, ക്ഷീണിച്ചവൻ, ഇനിയൊന്നും ചെയ്യാൻ കഴിവില്ലാത്തവൻ. അപ്പോൾ അത് വിശേഷേണയാവുമ്പോൾ വിഷണ്ണനായി, തളർന്നവനായി, ഒന്നിനും കൊള്ളാതെ ക്ഷയിച്ചവനായി. എന്ത് ചെയ്തിട്ട്? കാമമാർഗണൈഹി, വിഷയങ്ങളെ മാർഗണം ചെയ്തിട്ട്. കാരണം ഈ ലോക വിഷയങ്ങളുടെ പുറകെ പോകുന്തോറും മരുമരീചികയുടെ പുറകെ പോകുന്ന മാനിന്റെ ഗതി തന്നെയാണ്. എങ്ങനെയാണോ മൃഗതൃഷ്ണ കണ്ട് വെള്ളമാണെന്ന് മോഹിച്ച് അതിന്റെ പുറകെ പോയി എന്നെങ്കിലും അയാൾ രക്ഷപ്പെടാൻ പോണ്ടോ, ആ മാൻ രക്ഷപ്പെടാൻ പോണ്ടോ, എന്നെങ്കിലും വെള്ളം കുടിക്കാൻ പോണ്ടോ, ദാഹം തീർക്കാൻ പോണ്ടോ, ക്ഷീണം തീർക്കാൻ പോണ്ടോ? ഒരിക്കലുമില്ല. ആ മൃഗം വെള്ളം കിട്ടാതെ തന്നെ വെള്ളത്തിന്റെ പുറകെ വെള്ളമാണെന്ന് ധരിച്ച് മരീചികയുടെ പുറകെ പോയി വിഷണ്ണനായി അഥവാ പൂർണ്ണമായും തളർന്ന് വീഴും. വല്ല കഴുകന്മാരും പരുന്തുകളും ഭക്ഷിക്കുന്ന അവസ്ഥയിലായിത്തീരും. ഇതേ അവസ്ഥ തന്നെയാണ് മനുഷ്യരുടെയും. ഈ മനുഷ്യ ജീവിതം കിട്ടിയിട്ട് ഈ മരുമരീചികയുടെ പുറകെ പോകുന്ന മാനുകളെപ്പോലെ വിഷയസുഖത്തിൽ ഭ്രമിച്ച് വിഷയങ്ങൾ സുഖപ്രദങ്ങളാണ് എന്നുള്ള തെറ്റിദ്ധാരണയോടുകൂടെ അവയുടെ പുറകെ പോയിക്കൊണ്ടേ ജീവിതം പാഴാക്കി അവസാനം ക്ഷയിച്ച് ഒന്നിനും കൊള്ളാതെ, ആർക്കും വേണ്ടാതെ, എല്ലാവരാലും ആട്ടുകയും തുപ്പുകയും നിന്ദിക്കുകയും ചെയ്യപ്പെട്ടുകൊണ്ട് ചക്രശ്വാസം വലിച്ചുകൊണ്ട് അല്ലേ ആ ഒരു ദൈന്യമായിട്ടുള്ളൊരവസ്ഥയിൽ കിടക്കുന്ന ഒരു ജീവിതം ചിന്തിക്കുക. ആ മരീചികയുടെ പുറകെ പോയി തളർന്നു വീണ മാനിന്റെ പരുന്തുകളാലും കഴുകന്മാരാലും ആക്രമിക്കപ്പെടുന്ന ആ ഒരു മാനിന്റെ അവസ്ഥ തന്നെയാണ്, അതിനേക്കാൾ കഠിനമായിട്ടുള്ള അവസ്ഥയാണ് ഒരു സാധാരണ ഭൗതിക വിഷയങ്ങളിൽ ആസക്തനായിട്ടുള്ള ഒരു ജീവന്റെ അവസ്ഥ. അപ്പൊ അതാണ് വളരെ നല്ല പ്രയോഗമാണ്. കാമമാർഗണൈഹി വിഷണ്ണഃ. മറ്റൊരർത്ഥത്തിൽ കാമന്റെ മാർഗണങ്ങളാൽ വിഷണ്ണൻ. കാമന്റെ മാർഗണം, കാമസ്യ മാർഗണൈ. മാർഗണം എന്നാൽ അസ്ത്രം എന്നും അർത്ഥം.
മാർഗണം അസ്ത്രം എന്നുള്ള അർത്ഥം എടുക്കുമ്പോൾ കാമസ്യ മാർഗണൈഹി, കാമന്റെ മാർഗണങ്ങളാൽ വിഷണ്ണരാണ് നമ്മളൊക്കെ. എന്താ കാമന്റെ മാർഗണം എന്ന് പറഞ്ഞാൽ വിഷയങ്ങൾ സുഖപ്രദങ്ങളാണെന്ന് മോഹിപ്പിക്കുന്നതായിട്ടുള്ള ആ ഒരു എന്താ പറയുക കാമദേവന്റെ അസ്ത്രങ്ങൾ തന്നെ. കാമദേവന്റെ അസ്ത്രങ്ങൾ പൂക്കളാണ് അല്ലേ? 5 വിധത്തിലുള്ള പൂക്കൾ കൊണ്ടാണ് കാമദേവൻ അസ്ത്രം എയ്യുന്നത്. വാസ്തവത്തിൽ അത് 5 വിഷയങ്ങളാണ്: ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങൾ. ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന 5 പൂക്കൾ നമ്മളെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നമ്മളെ തളർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഈ 5 വിഷയങ്ങളുടെ പുറകെയാണ്. കണ്ണുകൊണ്ട് രൂപത്തിൻ്റെ പുറകെയും, ശ്രോത്രേന്ദ്രിയം കൊണ്ട് ശബ്ദങ്ങളുടെ പുറകെയും, നാസിക കൊണ്ട് ഘ്രാണവിഷയങ്ങളുടെ പുറകെയും, നാവ് കൊണ്ട് രുചികളുടെ പുറകെയും, ത്വക്കുകൊണ്ട് സ്പർശസുഖത്തിൻ്റെ പുറകെയും, അങ്ങനെ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന കാമദേവന്റെ പഞ്ചബാണങ്ങളാൽ മോഹിതരായി മോഹാലസ്യം പ്രാപിച്ച് മയങ്ങിക്കിടക്കുന്നവരാണ് നമ്മൾ, വിഷന്മാരാണ്. അപ്പൊ ഇങ്ങനെ ജീവിതം നരകതുല്യമായി വിഷയസുഖങ്ങളുടെ പുറകെ പോയിക്കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന ആളുകൾ അവർ വിശേഷജ്ഞന്മാരാണെങ്കിൽ, പ്രത്യേകം കണ്ടീഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, വിശേഷജ്ഞ കഹ. വിശേഷജ്ഞ എന്ന് പറഞ്ഞാൽ വിശേഷമായി കാര്യങ്ങളെ അറിയുന്നവൻ, നല്ല വിവേകമുള്ളവൻ, വിജ്ഞാനമുള്ളവൻ, ചിന്തിക്കാൻ കഴിവുള്ളവൻ. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്തി അകൃതകൃതേന. ഇങ്ങനെ ലോകങ്ങളെ വേണ്ട പോലെ പരീക്ഷിച്ച് തൻ്റെ ജീവിതാനുഭവങ്ങളെ വിലയിരുത്തി വിമർശനം ചെയ്ത് ഇതിലൊന്നും കാമ്പില്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് നിർവേദം ആയാത്, നിർവേദത്തെ പ്രാപിക്കണം. അപ്പൊ നിർവേദത്തെ പ്രാപിക്കുന്ന ആളെയാണ് ഇവിടെ വിശേഷജ്ഞൻ എന്ന് പറയുന്നത്. വിവേകമുള്ളവൻ, നിത്യാനിത്യ വിവേകമുള്ളവൻ. അങ്ങനെയുള്ള ഒരു വിശേഷജ്ഞനായിട്ടുള്ള കഹ, ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞാനിയായ ശ്രീശുക ബ്രഹ്മർഷേ, ഉത്തമ ശ്ലോക സത്കഥാഹ അസകൃത് ശ്രുത്വാ വിരമേത. ഉത്തമ ശ്ലോകനായ ഭഗവാന്റെ സത്കഥകൾ. ഉത്തമ ശ്ലോകൻ ആരെയാണോ ശ്ലോകം ചെയ്യേണ്ടത് അവരിൽ വെച്ച് ഉത്തമൻ, സ്തുതിക്കേണ്ടവരിൽ വെച്ച് ശ്രേഷ്ഠൻ. സ്തുതിക്കേണ്ടതിൽ വെച്ച് ശ്രേഷ്ഠൻ എന്താണ്? ഏറ്റവും നമ്മൾക്ക് അനുഗ്രഹം നൽകുന്ന, ലോകത്തിന് മുഴുവൻ അനുഗ്രഹത്തെ നൽകുന്ന ആ വസ്തുവിനെ വേണ്ടേ സ്തുതിക്കാൻ? നിത്യമായ സുഖത്തെ നൽകുന്ന വസ്തുവിനെ വേണ്ടേ സ്തുതിക്കാൻ? അപ്പൊ തീർച്ചയായിട്ടും ആ ഭഗവാൻ മാത്രമാണ് ആനന്ദസ്വരൂപൻ. ആ ആനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കലാണ് വേണ്ടത്. അതുകൊണ്ട് ആ ഉത്തമ ശ്ലോകന്റെ സത്കഥകളെ അസകൃത് ന സകൃത്. സകൃത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ, അസകൃത് പല പ്രാവശ്യം, നിരന്തരം എന്നൊക്കെ അർത്ഥം. എത്രയോ പ്രാവശ്യം ശ്രുത്വ കേട്ടാലും കോനു വിരമേത, ആരതിൽ നിന്ന് പിൻവലിയും? മതിയായി, ബോറടിച്ചു എന്ന് പറയും. ഭഗവാന്റെ കഥകൾ ബോറടിച്ചു എന്ന് പറയുന്നവർ ഈ പറഞ്ഞ വിശേഷജ്ഞന്മാരിൽ പെട്ടവരല്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ ഭാഗവത ജ്ഞാനഗംഗ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വിശേഷജ്ഞരായതുകൊണ്ടാണ് ഓരോ ദിവസവും കാത്തിരുന്ന് മുടങ്ങാതെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ കഥ കേൾക്കുന്നത്, ഭഗവാന്റെ ഭാഗവതം കേൾക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ശ്രീശുക ബ്രഹ്മർഷിയുടെ അഭിപ്രായത്തിലും വിശേഷജ്ഞന്മാരാണ്, പരീക്ഷത്തിനെ പോലെ തന്നെ ശ്രദ്ധാലുക്കളാണ് എന്ന് മനസ്സിലാക്കുക. ആ ഒരു ധന്യത, സന്തോഷം നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ. വിശേഷജ്ഞരായതുകൊണ്ടാണ് എത്ര കേട്ടാലും മതിയാവാത്തത്. അസകൃത് ശ്രുത്വ കോനു വിരമേത. നിങ്ങളും ചോദിക്കണം. നിങ്ങളോട് പലരും ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾക്കൊക്കെ വേറെ പണിയില്ലേ? എന്താ ഈ ദിവസവും ഇത് തന്നെ കേട്ടോണ്ടിരിക്കണത്? എത്ര പ്രാവശ്യമോ കേൾക്കണത് അല്ലേ? എല്ലാം ഒന്ന് തന്നെയല്ലേ പറയണത്?
ഇല്ലേ, എത്ര നൂറുകണക്കിന് സപ്താഹം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് സപ്താഹം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവരങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്ലാസ് ഉണ്ട് എന്നറിഞ്ഞാൽ ഇതിൻ്റെ രുചിയൊന്നും അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ സപ്താഹമൊക്കെ വിട്ടിട്ട് ഇതിലേക്ക് വരും. അറിയാത്തവരാണ് സപ്താഹമെങ്കിൽ സപ്താഹം എന്നും പറഞ്ഞ് ആ സപ്താഹങ്ങളിൽ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നത്. അല്പമെങ്കിലും ഇതിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ സപ്താഹം വേണമെങ്കിൽ പിന്നെ നോക്കാം. ഇത് അമൂല്യമാണ് എന്ന് തിരിച്ചറിയും. സപ്താഹത്തിന് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്, എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു പരിമിതിയും ഇല്ലാതെ ആനന്ദമായിട്ട്, അല്ലേ, ബന്ധനമില്ലാതെ അവനവൻ്റെ വീട്ടിലിരുന്ന് ഇപ്പോൾ കേൾക്കാം. ഏത് നേരത്ത് വേണമെങ്കിൽ കേൾക്കാം. ക്ഷീണം വന്ന ഓഫ് ചെയ്ത് വെച്ച് കിടന്നുറങ്ങാം. അത് കഴിഞ്ഞ് ഉണരുമ്പോൾ വീണ്ടും കേൾക്കാം. പണികൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും കേൾക്കാം. വീട്ടിൽ ആരെങ്കിലും വന്നിരിക്കുമ്പോൾ അവരെ കേൾപ്പിച്ചുകൊണ്ടും കേൾക്കാം. എങ്ങനെ വേണമെങ്കിൽ കേൾക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് പറയാം. അപ്പം ഇതിൻ്റെ ഒരു സൗകര്യവും ഇതിൻ്റെ ഒരു സുഖവും അനുഭവിച്ചു കഴിഞ്ഞാൽ വേറെ എവിടെയും പോണ്ടി വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ വിശേഷജ്ഞന്മാരാണ്. മറ്റ് വിഷയങ്ങളിലൊന്നും സുഖമില്ല എന്ന് തിരിച്ചറിഞ്ഞവരാണ്. ഈ ലോകത്തിൽ വെട്ടിപ്പിടിക്കാൻ ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞവരാണ്. ഒരിക്കലും നമ്മൾ ഈ ലോകത്തിൽ ഒന്നും വെട്ടിപ്പിടിക്കാൻ പോകുന്നില്ല. അങ്ങനെ വെട്ടിപ്പിടിക്കാൻ തുടങ്ങിയാൽ അന്തവുമില്ല. എവിടെ പിടിച്ചാലും തീരാൻ പോകുന്നില്ല. ഈ ഭൂമി മുഴുവൻ പിടിച്ചടക്കിയാലും പിന്നെയും കിടക്കണം ഊർധ്വലോകങ്ങൾ, സ്വർഗാദി ലോകങ്ങൾ. അതുമൊക്കെ പിടിച്ചടക്കിയാൽ അതിൻ്റെ മുകളിലുണ്ട്. ബ്രഹ്മാവിൻ്റെ പദവി വരെ പിടിച്ചടക്കിയാലും മതിയാവില്ല. അത് തിരിച്ചറിഞ്ഞവരാണ് ഇഹലോകത്തിലും പരലോകത്തിലും വൈരാഗ്യം വന്നവർ. കാമമാർഗണൈഹി വിഷണ്ണഃ. അപ്പോൾ എത്ര കേട്ടാലും മതിയാവില്ല എന്ന് പറയാം. കോനു ശ്രുത്വാ സകൃത് ബ്രഹ്മൻ ഉത്തമശ്ലോക സത്കഥാഃ വിരമേത വിശേഷജ്ഞോ വിഷണ്ണഃ കാമമാർഗണൈഃ. ഇനി മനുഷ്യജന്മം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഓരോ അവയവങ്ങളെ കൊണ്ടും എന്താണ് ചെയ്യേണ്ടത്? എന്താണ് വാസ്തവത്തിൽ ധന്യത നൽകുന്നത്? അതിനെ എടുത്തു പറയുകയാണ്. സാവാക്യയാ തസ്യ ഗുണാൻ ഗൃണീതേ കരൗ ച തത്കർമ്മകരൗ മനശ്ച സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തൽപുണ്യകഥാസ കർണഃ ശിരസ്തു തസ്യോഭയലിംഗമാനമേത് തദേവ യത് പശ്യതി തദ്ധി ചക്ഷുഃ അംഗാനി വിഷ്ണോരത തജ്ജനാനാം പാദോദകം യാനി ഭജന്തി നിത്യം. സാവാക്യയാ തസ്യ ഗുണാൻ ഗൃണീതേ കരൗ ച തത്കർമ്മകരൗ മനശ്ച സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തത്പുണ്യകഥാസ കർണഃ ശിരസ്തു തസ്യോഭയലിംഗമാനമേത് തദേവ യത് പശ്യതി തദ്ധി ചക്ഷുഃ അംഗാനി വിഷ്ണോരത തജ്ജനാനാം പാദോദകം യാനി ഭജന്തി നിത്യം. അപ്പോൾ മനുഷ്യജന്മം കിട്ടി, സാമർഥ്യമുള്ള ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് മനുഷ്യ ജീവിതത്തിൻ്റെ സാഫല്യമുണ്ടാവുക, ധന്യതയുണ്ടാവുക? ഓരോ ഇന്ദ്രിയങ്ങളും എന്തു ചെയ്യണം എന്ന് പറയാണ്. സാവാക്യയാ തസ്യ ഗുണാൻ ഗൃണീതേ. സാ വാക്ക്, അതാണ് വാക്കിന്ദ്രിയം.
അതിനെയാണ് വാക്യേന്ദ്രിയം എന്ന് വിളിക്കാവുന്നത്. എന്തുകൊണ്ട്? ശരിയായ പ്രയോജനം ഉണ്ടാകുമ്പോഴാണല്ലോ അത് വാക്യേന്ദ്രിയമാണ്. വാക്കുകൊണ്ട് ഏറ്റവും നല്ല പ്രയോജനം എപ്പോഴാണ് കിട്ടുക? തസ്യ ഗുണാൻ യയാ ഗൃണീതേ. തസ്യ ആ ഭഗവതഃ, ആ ഭഗവാന്റെ അല്ലെ ഉത്തമ ശ്ലോകൻ എന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞ ഉത്തമ ശ്ലോകസ്യ ഗുണാൻ യയാ ഗൃണീതേ. യയാ വാച, ഏതൊരു വാക്യേന്ദ്രിയത്താൽ പറയുന്നുവോ, ഗൃണീതേ എന്നുള്ള കീർത്തിക്കുന്നുവോ. അപ്പൊ ഏത് നാവ് കൊണ്ട്, ഏത് വാക്യേന്ദ്രിയം കൊണ്ട് ആ ഉത്തമ ശ്ലോകനായ ഭഗവാനെ കുറിച്ച് കീർത്തിക്കുന്നുവോ, ആ ഭഗവാന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കുന്നുവോ, അതാണ് വാക്യേന്ദ്രിയം. അല്ലാത്ത വാക്കുകളൊക്കെ അല്ലേ, അത് അല്ലാത്ത നാവുകളൊക്കെ, നാവ് എന്ന് പറഞ്ഞാൽ ചെരവയ്ക്കുണ്ട് നാവ്, തവളയ്ക്കുണ്ട് നാവ്. മുമ്പേ ദ്വിതീയ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. തവളയുടെ നാവ് എന്തിനു കൊള്ളാം? അതിൻ്റെ അന്തകനെ വിളിച്ചു വരുത്താൻ കൊള്ളാം. തവള പേക്രോം 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 എന്ന് പറഞ്ഞ് കരയുന്നത് തവളയെ പിടിക്കാൻ നടക്കുന്നവർക്ക് വഴി കാണിക്കും. ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്, എന്നെ പിടിച്ചോ എന്നെ പിടിച്ചോ എന്ന് പറയും പോലെ വിളിച്ചു പറയുക മാത്രമാണ് അതുകൊണ്ട്. അപ്പോൾ തവളയെ പിടിക്കാൻ നടക്കുന്നവർക്ക് സൗകര്യമാണ് തവളയുടെ നാവ്. എന്നതുപോലെ വേണ്ടാത്തതൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകളുടെ നാവ് യമനെ വേഗം വിളിച്ചു വരുത്തും. സങ്കടങ്ങൾ, ദുഃഖങ്ങൾ വേഗം വിളിച്ചു വരുത്തും. അപ്പൊ ഏതൊരു നാവ് കൊണ്ട് ഭഗവാനെ കുറിച്ച് കീർത്തിക്കുന്നുവോ അവർക്ക് ആ ഭഗവാന്റെ ആ ഗുണങ്ങളെ കീർത്തിക്കും തോറും അവരുടെ ഉള്ളിൽ ഭഗവാൻ നിറഞ്ഞ് ആനന്ദസ്വരൂപനായ ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം അനുഭവിച്ച് സ്വയം ഭഗവത് സ്വരൂപികളായി തീരാം, സ്വയം ആനന്ദസ്വരൂപികളായി തീരാം. അപ്പൊ അതാണ് വാക്കുകൊണ്ട് സാധിക്കേണ്ടത്. അപ്പോൾ അതാണ് നാവ്, അതാണ് വാക്യേന്ദ്രിയം. സാ വാക്യയാ തസ്യ ഗുണാൻ ഗൃണീതേ കരൗ ച തത് കർമ്മ കരൗ. തൗ കരൗ, അതാണ് രണ്ട് കൈകൾ. കരൗ എന്ന് പറഞ്ഞാൽ ദ്വൗ കരൗ, രണ്ട് കരങ്ങൾ. ആ രണ്ട് കരങ്ങൾ ഏതാണ്? എങ്ങനെയുള്ളതാണ് കരങ്ങൾ? എന്തെങ്കിലും ചെയ്യുന്ന കൈകള് അല്ലെ, ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന കൈകളൊന്നും കൈകളല്ല. തത്കർമ്മ കരൗ, ഭഗവാന്റെ കർമ്മങ്ങളെ ചെയ്യുന്നതാണ് കരങ്ങളുടെ സാഫല്യം. അപ്പൊ കൈകളുണ്ടായാൽ ചെയ്യേണ്ടത് ഭഗവാന്റെ പൂജയാണ്, ഭഗവാന്റെ കർമ്മമാണ്, ഭഗവാൻ സന്തോഷിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഞാൻ ചെയ്യുന്ന ഈ കർമ്മം കൊണ്ട് ഭഗവാൻ പ്രസാദിക്കണം, ഞാനിതാ ഭഗവാന്റെ കിങ്കരനാണ്, അപ്പൊ ഞാൻ ചെയ്യുന്ന കൈങ്കര്യം ഭഗവാന് പ്രസാദമുള്ളതാക്കണം, ഭഗവാൻ സന്തോഷിക്കണം എന്ന് വിചാരിച്ച് കർമ്മം ചെയ്താലോ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതവും ആ ഭഗവാന്റെ പ്രസാദമായി ധന്യമായി തീരും. അപ്പൊ തത്കർമ്മ കരൗ കരൗ, ഭഗവാന്റെ കർമ്മങ്ങൾ ചെയ്യുന്നതാണ് കരങ്ങളുടെ പ്രയോജനം. മനശ്ച സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു. തത് മനഃ, അതാണ് മനസ്സ്. ഏത് സ്ഥിരജംഗമേഷു വസന്തം തം സ്മരന്തം സ്മരേത്. സ്ഥിരജംഗമേഷു വസന്തം, സ്ഥാവര ജംഗമങ്ങളിലെല്ലാം വസിക്കുന്നവനെ കുറിച്ച് സ്മരിക്കുന്നതാണ് മനഃ. മനസ്സുകൊണ്ട് സാധിക്കേണ്ടത് വാസുദേവ സർവമിതി. എല്ലാറ്റിലും വസിക്കുന്നവനാണ് വാസുദേവൻ. സ്ഥാവര ജംഗമങ്ങളിലെല്ലാം നിറഞ്ഞിരിക്കുന്നവൻ വാസുദേവൻ. ആ വാസുദേവനെ സ്മരിക്കുന്നതാണ് ഉത്തമമായ മനസ്സ്, അല്ലെങ്കിൽ മനസ്സിന്റെ പ്രയോജനം. വാസുദേവ സർവമിതി എന്ന് കാണുന്നവൻ എപ്പോഴും ആനന്ദിക്കുന്നു. സ മഹാത്മാ, ഭഗവാൻ തന്നെ പറയുന്നു, അങ്ങനെ എല്ലാറ്റിലും വാസുദേവനെ കാണുന്നവൻ മഹാത്മാവാണ്, വലിയ വികസിച്ച ഹൃദയമുള്ളവനാണ്. സദുർലഭ സുദുർലഭ, അങ്ങനെയുള്ള മഹാത്മാക്കൾ ഈ ലോകത്ത് അധിക ദുർലഭമാണ്. അപ്പോൾ മനസ്സുകൊണ്ട് സ്ഥാവര ജംഗമങ്ങളിലെല്ലാം നിറഞ്ഞിരിക്കുന്ന ആ വാസുദേവനെ ദർശിക്കലാണ് പ്രയോജനം.
അതാണ് മനശ്ച സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തത് പുണ്യകഥാസ കർണഃ. കർണത്തിന്റെ പ്രയോജനം, കർണമുണ്ടായതിന്റെ സാഫല്യം എന്താണ്? കർണത്തിന്റെ സാഫല്യം തത് പുണ്യകഥാഹ ശൃണോതി. ഏതൊരു കർണമാണോ ഭഗവാന്റെ പുണ്യങ്ങളായ കഥകളെ ശ്രവിക്കുന്നത്, ആ കർണമാണ് ഏറ്റവും സഫലമായ കർണം, ധന്യമായ കർണങ്ങൾ. ഇപ്പൊ ഭഗവാന്റെ പുണ്യകഥകളെ കേൾക്കുന്തോറും കർണത്തിന് ശുദ്ധി ഉണ്ടാകുന്നു, കർണത്തിലുള്ള മാലിന്യങ്ങളൊക്കെ പോകുന്നു, കർമ്മമലം നീങ്ങി അത് കർണത്തിലേക്ക് അമൃതമായി തീരുന്നു. ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ പുണ്യകഥകൾ കർണപീയൂഷമാണ്. ആ കർണപീയൂഷം അത് ശ്രവിക്കുന്തോറും കർണത്തിൽ കൂടെ വന്നു ചേർന്ന എല്ലാ അഴുക്കുകളും പോയി ഹൃദയത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ച് ആ ഹൃദയത്തിൽ ആനന്ദസ്വരൂപനായ ഭഗവാൻ പ്രതിഷ്ഠ നേടുന്നു. അപ്പോൾ ചെവി കൊണ്ടുള്ള പ്രയോജനം ഭഗവാന്റെ കഥ കേൾക്കലാണ്. ശിരസ്തു തസ്യോഭയലിംഗമാനമേത്. ശിരസ് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം എന്താണ്? തസ്യ ഉഭയലിംഗം ആനമേത്. തസ്യ ആ ഉത്തമ ശ്ലോകസ്യ ഭഗവതഃ, ആ ഭഗവാന്റെ ഉഭയലിംഗങ്ങൾ. ഉഭയലിംഗങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിലുള്ള മൂർത്തികൾ, ചരങ്ങളും അചരങ്ങളുമായ മൂർത്തികൾ. അചരങ്ങളായ മൂർത്തികളാണ് ക്ഷേത്രത്തിലൊക്കെ ഉള്ള പ്രതിഷ്ഠകൾ. അതിനെയും ഭഗവാന്റെ മൂർത്തി എന്ന് ഭാവിച്ച് നമസ്കരിക്കേണ്ടതാണ് ആ സമയത്ത്. അതുപോലെ ചരിക്കുന്ന മൂർത്തികളുണ്ട്. ആരാണ്? സജ്ജനങ്ങള്, മഹാത്മാക്കള്, ജ്ഞാനികള്, ഭക്തന്മാര്. അപ്പൊ ഭഗവാന്റെ ഉഭയലിംഗങ്ങളിൽ ചരിക്കുന്ന മൂർത്തികളാണ് ഏറ്റവും ശ്രേഷ്ഠന്മാർ. അവരെ നന്നായിട്ട് നമസ്കരിക്കുക. അപ്പൊ ചരവും അചരവുമായ ഭഗവാന്റെ രണ്ട് ലിംഗങ്ങളെ, രണ്ട് മൂർത്തികളെ, ഭഗവാനെ കാണാൻ വേണ്ടി, ഭഗവാൻ നമുക്ക് വേണ്ടി പ്രകടമായിരിക്കുന്ന ഭാവങ്ങളാണ്. ഒന്ന് ക്ഷേത്രത്തിലെ അർച്ചാവിഗ്രഹങ്ങൾ, മറ്റൊന്ന് സജ്ജനങ്ങളുടെ രൂപത്തിൽ. അത് രണ്ടിനെയും നമസ്കരിക്കുന്ന ശിരസ്, ആ ശിരസ് നിങ്ങൾക്കൊരു ഭാരമല്ലാതെ അതിൻ്റെ പ്രയോജനം നൽകുന്നു. ആത്മജ്ഞാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. വിനയം ഉള്ളവരായി ആ ഒരു സന്തോഷം നൽകുന്നു. ശിരസ്തു തസ്യോഭയലിംഗമാനമേത് തദേവ യത് പശ്യതി തദ്ധി ചക്ഷുഃ. തദ്ധി ചക്ഷുഃ, അതുതന്നെയാണ് കണ്ണ്. ഏത് തദേവ പശ്യതി. ഏതൊരു കണ്ണാണോ ഭഗവാനെ തന്നെ കാണുന്നത്, എവിടെ നോക്കിയാലും യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ എന്ന് കാണാൻ കഴിയുന്ന കണ്ണുകളാണ് ഉത്തമങ്ങളായ കണ്ണുകൾ. കണ്ണിന്റെ സാഫല്യം ഭഗവത് ദർശനമാണ്, അല്ലാതെ ഈ മിഥ്യാദർശനമല്ല. ഈ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ജഗൽ ദർശനം അത് നമ്മളെ മോഹിപ്പിച്ച് ദുഃഖം നൽകുന്നതാണ്, അല്ലേ? അപ്പൊ കണ്ണുകൊണ്ട് കാണേണ്ടത് എന്താണ്? ഈ മാറിക്കൊണ്ടിരിക്കുന്നതിനെ കണ്ടിട്ട്, ഈ മാറിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടാവണമെങ്കിൽ അതിന് മാറാത്തതായിട്ടുള്ള ഒരു അധിഷ്ഠാനം ഉണ്ടായിരിക്കണം. ആ മാറാത്ത അധിഷ്ഠാനമായിട്ടുള്ള ഭഗവത് ചൈതന്യത്തെ, നിത്യമായിരിക്കുന്ന വസ്തുവിനെ കാണാൻ കഴിയണം. സത്തായ വസ്തുവിനെ കാണാൻ കഴിയണം, അസത്തിലുള്ള ദൃഷ്ടിയെ പിൻവലിച്ച്. അതാണ് ചക്ഷുസിന്റെ പ്രയോജനം. തദേവ യത് പശ്യതി തദ്ധി ചക്ഷുഃ. അംഗാനി വിഷ്ണോരത തജ്ജനാനാം പാദോദകം യാനി ഭജന്തി നിത്യം. അംഗാനി താനി, ശരീര അവയവങ്ങൾ ഏറ്റവും സഫലമായവ അവയാണ്. ഏതാണ്? യാനി അംഗാനി വിഷ്ണോഹോ തജ്ജനാനാം ച പാദോദകം നിത്യം ഭജന്തി. ഭഗവാന്റെ, വിഷ്ണുവിന്റെ വിഗ്രഹങ്ങളെ പൂജിച്ച ഭഗവാന്റെ പാദതീർത്ഥം, അതല്ലെങ്കിൽ തജ്ജനാനാം പാദോദകം, ഭഗവാന്റെ ജനങ്ങളായ സജ്ജനങ്ങൾ, മഹാത്മാക്കൾ, ജ്ഞാനികൾ, അവരുടെ പാദങ്ങളെ കഴുകിയതായിട്ടുള്ള തീർത്ഥം നിത്യം ഭജന്തി,
നിത്യവും ഭജിക്കുന്നതായിട്ടുള്ള ശരീരാവയവങ്ങളാണ് അവയവങ്ങൾ. അപ്പൊ എന്നും ഭഗവാനെ വിഗ്രഹങ്ങളിലും മറ്റുമൊക്കെ അഭിഷേകം ചെയ്ത് പാദതീർത്ഥത്തെ സേവിക്കണം, ശരീരത്തിൽ മുഴുവൻ തളിക്കണം, പ്രോക്ഷണം ചെയ്യണം. അകാലമൃത്യുഹരണം സർവവ്യാധി നിവാരണം സർവപാപക്ഷയകരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാദോദകം ശുഭം, ആരെയാണോ പൂജിച്ചത് അവരുടെ പാദോദകം, വിഷ്ണോഹോ പാദോദകം ശുഭം എന്ന് പറഞ്ഞ് ആ പാദതീർത്ഥത്തെ സേവിക്കുകയും ശിരസിലും ദേഹത്തുമൊക്കെ പ്രോക്ഷണം ചെയ്യുകയും ചെയ്യുകയാണ് പൂജകൾ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ നമ്മുടെ ഗൃഹത്തിലും മറ്റും വരുന്നതായിട്ടുള്ള സജ്ജനങ്ങളെയും അവരുടെ പാദപൂജ ചെയ്ത് അവരുടെ പാദം കഴുകിയ ആ പാദാവനേജനം ചെയ്ത ആ തീർത്ഥത്തെ, പാദതീർത്ഥത്തെ ശിരസിലും ദേഹത്തുമൊക്കെ തളിക്കുന്നതാണ് ശരീരാവയവങ്ങളുടെ സാഫല്യം. അത് പവിത്രമാകുന്നു. അത് ഭഗവാൻ തന്നെ കാണിച്ചു തന്നിരിക്കുന്നു. മഹാത്മാവായിട്ടുള്ള ഭൃഗു മഹർഷിയുടെ പാദ സ്പർശമേറ്റ സ്ഥാനം തന്റെ ശരീരത്തിലെ ഏറ്റവും പവിത്രമായ സ്ഥാനമായി എന്നും ലക്ഷ്മിക്കുള്ള വാസസ്ഥാനമായി കൽപ്പിച്ചുകൊണ്ട് ഭഗവാൻ കാണിച്ചു തരുന്നു. ഇതാ നോക്കൂ, ഒരു ബ്രാഹ്മണോത്തമനായിട്ടുള്ള ഭൃഗുവിന്റെ പാദസ്പർശമേറ്റ സ്ഥാനമാണ് എൻ്റെ മാറത്തുള്ള ശ്രീവത്സം ലക്ഷ്മിക്ക് നിവാസസ്ഥാനമായിരിക്കുന്നത്. ലക്ഷ്മി ഏറ്റവും ശുദ്ധമായിട്ടുള്ള സ്ഥാനത്തേ ഇരിക്കുള്ളൂ. അപ്പൊ എൻ്റെ ശരീരത്തിൽ ബാക്കിയുള്ള ഭാഗത്തേക്കാളൊക്കെ പരിശുദ്ധമാണ് ഈ ഭാഗം എന്ന് ലോകത്തിന് കാണിച്ചു തരുന്നു. നമ്മൾക്കൊക്കെ മാതൃകയാക്കി പണ്ഡിതന്മാരുടെ, ഗുരുജനങ്ങളുടെ, മഹാത്മാക്കളുടെ ആ പാദതീർത്ഥം സേവിക്കുന്നതിൽ ഒരു മടിയും വേണ്ട, ഒരു ലജ്ജയും വേണ്ട, അഭിമാനപൂർവം. കാരണം നിങ്ങൾ അവരെ സേവിക്കുന്നതിലൂടെ അവരുടെ അറിവിനെയാണ് പൂജിക്കുന്നത്. ഞാൻ അറിവിനെ പൂജിക്കുന്നവനാണ്, ഞാൻ ഭാരതനാണ്, ഭാസിൽ രതിയുള്ളവനാണ്, അറിവിൽ രമിക്കുന്നവനാണ്. ആ അറിവ് കിട്ടുന്നത് ഈ മഹാത്മാക്കളിൽ നിന്നാണ്, ഗുരുക്കന്മാരിൽ നിന്നാണ്. അവരെ പൂജിക്കുന്നതിലൂടെ ഞാൻ അറിവിനെയാണ് പൂജിക്കുന്നത്, അല്ലാതെ ആ വ്യക്തികളെ അല്ല, ആ ജഡമായ മലഭാണ്ഡമായ ശരീരത്തെ അല്ല ഞാൻ പൂജിക്കുന്നത്. മലഭാണ്ഡമായ ശരീരത്തെ പൂജിക്കണം വെച്ചാൽ ഏറ്റവും സുന്ദരനായ ഒരു വ്യക്തിയെ പൂജിക്കണം, അല്ലെങ്കിൽ ഏറ്റവും തടിയും വണ്ണവുമുള്ള ശക്തനായിട്ടുള്ള ഒരാളെ പൂജിക്കണം, അല്ലേ? അങ്ങനെ നോക്കിയിട്ടല്ലല്ലോ നമ്മൾ പൂജിക്കുന്നത്. തടിയും വണ്ണവും സൗന്ദര്യവും ഒന്നും നോക്കിയിട്ടല്ല, അയാളുടെ അറിവിനെ നോക്കിയിട്ടാണ് നമ്മൾ പൂജിക്കേണ്ടത്. അറിവാണ് ഇവിടെ പൂജിക്കപ്പെടുന്നത്. അറിവില്ലാത്ത ആളുകളെ നമ്മൾ പൂജിക്കരുത്, പൂജിക്കാൻ പാടില്ല. അവർക്ക് ദേഹാഭിമാനം വർദ്ധിച്ചു വരികയേ ഉള്ളൂ. അറിവില്ലാത്ത മൂഢന്മാരെ നമ്മൾ പൂജിച്ചാൽ ആ മൂഢന്മാർ കരുതും, ഓ ഞാൻ കേമനാണ്, എൻ്റെ ദേഹത്തെയാണ് പൂജിക്കുന്നത്. വാസ്തവത്തിൽ അവരുടെ ദേഹത്തെ അല്ല പൂജിക്കുന്നത്, അവരുടെ അറിവിനെയാണ്, അവരുടെ ജ്ഞാനത്തെയാണ്. അവർ ഏത് അറിവിൽ ഉറച്ചിരിക്കുന്നവരാണോ, അവരുടെ പാദം അവരുടെ എവിടെ നിൽക്കുന്നു, ഏത് അറിവിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു സ്ഥാനമാണ് പാദം. പദം പദ്യതേ എന്നൊക്കെയുള്ള പ്രയോഗം, എവിടെ നിൽക്കുന്നു, എവിടെ അവർ പ്രാപിച്ചിരിക്കുന്നു, അതാണ് പാദം. അപ്പൊ ആ പരമസത്യത്തെ സാക്ഷാത്കരിച്ച, ആ സത്യത്തിൽ ഉറച്ചിരിക്കുന്ന, അറിവിൽ ഉറച്ചിരിക്കുന്ന ആ മഹാപുരുഷന്മാരുടെ പാദസേവ ചെയ്യുമ്പോൾ ഞാൻ ആ ജ്ഞാനത്തെയാണ് പൂജിക്കുന്നത് എന്ന് നമുക്ക് പൂജിക്കുന്നവർക്കും ബോധം വേണം. അയാൾ സുന്ദരനൊന്നും ആയിരിക്കില്ല, സുമുഖനൊന്നും ആയിരിക്കില്ല, ആരോഗ്യവാനൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ശുഷ്കിച്ച ശരീരവും ചെമ്പിച്ച മുടിയും, അല്ലേ, അവശമായിട്ടുള്ള അവസ്ഥയൊക്കെ ആയിരിക്കും. പക്ഷെ അവരുടെ ജ്ഞാനത്തെയാണ് നമ്മൾ പൂജിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാവത്തിൽ പൂജിക്കണം. പാദോദകം യാനി ഭജന്തി നിത്യം വിഷ്ണോഹോ അത് തജ്ജനാനാം പാദോദകം യാനി അംഗാനി നിത്യം ഭജന്തി.
താനിയേവ അംഗാനി, അത് തന്നെയാണ് അംഗങ്ങളെന്ന് വിളിക്കാൻ യോഗ്യം. അവയവങ്ങൾ ധന്യധന്യങ്ങളായ അവയവങ്ങൾ. അപ്പൊ ഇങ്ങനെ ഓരോ കരണങ്ങളെ കൊണ്ടും ഓരോ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഭഗവാനെ സ്മരിക്കുക, ഭഗവാനെ സേവിക്കുക എന്നത് ആരുടെ ജീവിത ലക്ഷ്യമായിരിക്കുന്നുവോ അവരാണ് വാസ്തവത്തിൽ ധന്യധന്യർ. സ്വാവാക്യയാ തസ്യ ഗുണാൻ ഗൃണീതേ കരൗ ച തത്കർമ്മ കരൗ മനശ്ച സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തത്പുണ്യകഥാസ്സ കർണഃ ശിരസ്തു തസ്യോഭയലിംഗമാനമേത് തദേവ യത് പശ്യതി തദ്ധി ചക്ഷുഃ അംഗാനി വിഷ്ണോരതജ്ജനാനാം പാദോദകം യാനി ഭജന്തി നിത്യം. അപ്പൊ ഇങ്ങനെ ഇത്രയും ദിവസം കൊണ്ട് അല്ലേ, ഇപ്പോ ഏകദേശം 6 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും, കഴിയാറായിട്ടുണ്ടാവും. 7ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. പരീക്ഷിത് രാജാവ് ഗംഗാതീരത്ത് പ്രായോപവേശം ചെയ്ത് ശ്രീശുക ബ്രഹ്മർഷി വന്ന് ഭാഗവത ഉപദേശം ചെയ്യാൻ തുടങ്ങിയിട്ട് 6 ദിവസമായി. 6ാമത്തെ ദിവസം വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞു എന്ന് പറയാം. അപ്പോ ഇത്രയും ദിവസം ശ്രീശുക ബ്രഹ്മർഷിയിൽ നിന്ന് കേട്ട കാര്യങ്ങൾ നല്ലതുപോലെ തൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ആ ആശയം തന്നെയാണ് ഇവിടെ പ്രകടിപ്പിച്ചത്. ഇനിയും ഭഗവാന്റെ കഥകൾ കേട്ട് മതിയായില്ല, ഇനിയും പറയൂ എന്നുള്ള തൻ്റെ അതൃപ്തിയെ, ഭഗവാന്റെ കഥ കേട്ട് തൃപ്തിയായില്ല എന്നുള്ളതിനെ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് കേട്ടതായിട്ടുള്ള ശ്രീ സുഖബ്രഹ്മർഷിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി. അദ്ദേഹം എന്താ ചെയ്യണമെന്ന് നോക്കാം. സൂത ഉവാച വിഷ്ണുരാദേന സംപൃഷ്ടോ ഭഗവാൻ ബാദരായണി വാസുദേവേ ഭഗവതി നിമഗ്നഹൃദയോ ബ്രവീത്. സൂത ഉവാച വിഷ്ണുരാദേന സംപൃഷ്ടോ ഭഗവാൻ ബാദരായണി വാസുദേവേ ഭഗവതി നിമഗ്നഹൃദയോ ബ്രവീത്. സൂതൻ സന്ദർഭത്തെ കണക്ട് ചെയ്യുന്നു. സൂത ഉവാച വിഷ്ണുരാദേന സംപൃഷ്ട ഭഗവാൻ ബാദരായണി. ബാദരായണി ബാദരായണന്റെ പുത്രൻ, വ്യാസന്റെ പുത്രൻ ശ്രീശുക ബ്രഹ്മർഷി. അദ്ദേഹം ഭഗവാനാണ്, സർവജ്ഞനാണ്. അപ്പൊ സർവജ്ഞനായ വ്യാസപുത്രനായ ശ്രീശുക ബ്രഹ്മർഷി വിഷ്ണുരാദേന സംപൃഷ്ട. വിഷ്ണുരാധൻ പരീക്ഷിത്ത്, വിഷ്ണുവിന്റെ ദാനമായ ജീവിതത്തോടു കൂടിയവൻ. ആ പരീക്ഷിത്തിനാൽ സംപൃഷ്ട, സമ്യക് പൃഷ്ടവാൻ, നന്നായി ചോദ്യം ചെയ്യപ്പെട്ടവൻ. അങ്ങനെയുള്ള ശ്രീശുക ബ്രഹ്മർഷി എന്ത് ചെയ്തു? വാസുദേവേ ഭഗവതി നിമഗ്നഹൃദയ അബ്രവീത്. വാസുദേവേ ഭഗവതി നിമഗ്നഹൃദയ. വാസുദേവൻ എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നവൻ. വസന്തി അസ്മിൻ സർവമിതി വാസുദേവ. അവനിലെല്ലാം ഇരിക്കുന്നു, അവൻ എല്ലാറ്റിലും ഇരിക്കുന്നു. വസനാത് ദ്യോതനാത് വാസുദേവ. എല്ലാറ്റിലും വസിക്കുകയും എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന അസ്ഥി ഭാതി പ്രിയം, ഇങ്ങനെ എല്ലാ വസ്തുക്കളിലും നിറഞ്ഞിരിക്കുന്നവനാണ് അല്ലെ. സത്ത് ചിത്ത് ആനന്ദം. ആ സത്ത് തന്നെയാണ് അസ്ഥി എന്ന രൂപത്തില്. അസ്ഥി എന്ന് പറഞ്ഞാൽ അസ്തിത്വമായിട്ട് അതിന് എക്സിസ്റ്റൻസ് കൊടുത്തിട്ട്, ഈ ലോകത്തിലുള്ള ഏത് പദാർത്ഥങ്ങൾക്കും എക്സിസ്റ്റൻസ് കൊടുക്കുന്നത് ആ വാസുദേവന്റെ അസ്തിത്വമാണ്, ബ്രഹ്മത്തിന്റെ അസ്തിത്വമാണ്. ആഭരണത്തിന് അസ്തിത്വം കൊടുക്കുന്നത് സ്വർണം എങ്ങനെയോ, തരംഗത്തിന് അസ്തിത്വം കൊടുക്കുന്നത് വെള്ളം എങ്ങനെയോ, മൺപാത്രത്തിന് അസ്തിത്വം കൊടുക്കുന്നത് മണ്ണ് എങ്ങനെയോ, അതുപോലെ ഈ ജഗത്തിലുള്ള സകല വസ്തുക്കൾക്കും അസ്തിത്വം കൊടുക്കുന്ന അതിൻ്റെ ഉപാദാന കാരണമായി ഇരിക്കുന്നത്, സത്തായിരിക്കുന്നത് ആരോ? അസ്ഥി. ഭാതി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നു, അതുള്ളതായിട്ട് അറിയുന്നു. അത് ചിത്ത് എന്നുള്ള ഭാവം കൊണ്ടാണ്. ഭഗവാന്റെ സത്ത് ചിത്ത് ആനന്ദ അചിത് ഭാവമാണ് ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്നത്.
പ്രിയം അത് തന്നെയാണ് ആനന്ദം. ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു പ്രയോജനമുണ്ട്. അത് ആർക്കൊക്കെയോ പ്രിയം കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുന്നവർക്ക് അപ്പോൾ പ്രിയമായിട്ടുള്ള വസ്തുവാണ്. എല്ലാറ്റിലും ആ പ്രിയം എന്നുള്ള അംശം അടങ്ങിയിരിക്കുന്നു. അങ്ങനെ അസ്ഥി ഭാതി പ്രിയം എന്നുള്ള രൂപത്തിലാണ് സത്ത് ചിത്ത് ആനന്ദം വ്യാപിച്ചിരിക്കുന്നത്. ആ സച്ചിദാനന്ദ സ്വരൂപനായ വാസുദേവൻ തന്നെയാണ് എല്ലാം എന്നറിയുന്നവനാണ് ശ്രീശുക ബ്രഹ്മർഷി. വാസുദേവ സർവമിതി. അപ്പോൾ വാസുദേവനിൽ ഭഗവാനിൽ നിമഗ്ന ഹൃദയനായിട്ട് മുഴുകിയ ഹൃദയത്തോടുകൂടി അബ്രവീത് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഭഗവാന് പ്രിയപ്പെട്ട ഭക്തനായ കുചേലന്റെ കഥയിലേക്ക് വരുന്നു. ശ്രീശുകൗവാച കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമഃ വിരക്തഃ ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയഃ. ശ്രീശുക ഉവാച കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമഃ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയഃ. ശ്രീശുക ബ്രഹ്മർഷി കുചേലനെ പരിചയപ്പെടുത്തുകയാണ്. അതെങ്ങനെയാ പറയണത്? കുചേലൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു എന്നല്ല തുടങ്ങിയത്. ഭഗവാന് ഒരു സഖാവുണ്ടായിരുന്നു. കൃഷ്ണസ്യ കശ്ചിത് സഖാ ആസീത്. കൃഷ്ണന് കശ്ചിത് സഖ ഒരു സഖാവ് ആസീത് ഉണ്ടായിരുന്നു. ഭഗവാൻ കൃഷ്ണൻ തനിക്ക് പ്രിയപ്പെട്ടവരാരൊക്കെയാണ് എന്ന് ഭഗവത്ഗീതയിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭക്തിയോഗം 12-ാം അധ്യായം പറയുമ്പോഴും സമേ പ്രിയഃ സമേ പ്രിയഃ സമേ പ്രിയഃ, ഈ ഭക്തൻ എനിക്ക് പ്രിയനാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ 7-ാം അധ്യായത്തിൽ ഈ 4 വിധ ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞപ്പോഴും ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച പരദർശഭ എന്ന് പറഞ്ഞപ്പോൾ അതില് ബാക്കിയുള്ളവരൊക്കെ ഉദാരന്മാർ തന്നെയാണ്, എങ്കിലും ആ ജ്ഞാനിയാണ് എനിക്ക് ഏറ്റവും പ്രിയൻ എന്നെടുത്ത് പറയുന്നുണ്ട്. ജ്ഞാനീ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയനാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന് പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റിൽ വളരെ അപൂർവമായിട്ട് വരുന്ന ആളുകളിൽ ഒരാളാണ് ഈ കുചേലൻ. ഭഗവാൻ സ്വയം പറയും, നമ്മൾ പറയും ഞാൻ ഭഗവാന്റെ ഭക്തനാണെന്ന് നമ്മളൊക്കെ അവകാശപ്പെടുമെങ്കിലും ഭഗവാൻ അതിനെ എത്രത്തോളം അംഗീകരിച്ചിട്ടുണ്ട്, ഏത് ലെവലിലാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്? ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തനായിട്ട് നമ്മളെ അംഗീകരിച്ചിട്ടുണ്ടോ? അതോ അനേക പ്രാകാരങ്ങളുണ്ടാവും ഓരോ ക്ഷേത്രത്തിലല്ലേ? 5ഓ 7ഓ പ്രാകാരങ്ങളുള്ളതാണ് മഹാക്ഷേത്രങ്ങളൊക്കെ. അപ്പം അതിൽ ഏറ്റവും പുറത്തുള്ള പ്രാകാരത്തിൽ നിൽക്കുന്നവരായിരിക്കും നമ്മളൊക്കെ. നമ്മളല്ല കേട്ടോ. നമ്മളൊക്കെ കുറെ കൂടി ഇന്നർ സർക്കിളിൽ കടന്നുകൂടിയവരായിരിക്കാം അല്ലേ? ഏറ്റവും അടുത്തേക്ക് എത്തണം. ഏറ്റവും അടുത്തേക്ക് എത്തുന്നത് ഭഗവാൻ അംഗീകരിക്കണം. ഇവൻ എൻ്റെ ഭക്തനാണ്, ഇവൻ എൻ്റെ പ്രിയനാണ് എന്ന് പറയണമെങ്കിൽ ഭഗവാൻ വെച്ചിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. ഇന്ന യോഗ്യതയുള്ളവനാണ് എനിക്ക് പ്രിയപ്പെട്ട ഭക്തൻ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പഠിക്കണം നമ്മൾ അല്ലേ? അത് മനസ്സിലാക്കിയിട്ട് വേണം ഭഗവാന്റെ അടുത്തെത്താൻ. അപ്പൊ ഇവിടെ ശ്രീശുക ബ്രഹ്മർഷിയാണ് പറയണത്, കൃഷ്ണസ്യ കശ്ചിത് സഖാ ആസി. കൃഷ്ണന് ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ സഖാവ് ഉണ്ടായിരുന്നു. അയാൾ ആരാണ്? അയാള് ബ്രാഹ്മണ. അയാള് ജീവിതം കൊണ്ട്, അദ്ദേഹത്തിന്റെ സ്വഭാവവും കർമ്മവും കൊണ്ട് എല്ലാം ബ്രാഹ്മണ ലക്ഷണങ്ങളുള്ള ആള് തന്നെയാണ്, ബ്രാഹ്മണൻ തന്നെയാണ്. ബ്രഹ്മവിത്തമഃ, ബ്രഹ്മവിത്തുക്കളിൽ തമനാണ്. വെറും ബ്രഹ്മവിത്തല്ല, ബ്രഹ്മവിത്തരനുമല്ല, ബ്രഹ്മവിത്തമനാണ്. ബ്രഹ്മവിത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വേദങ്ങളെല്ലാം അറിയുന്നവൻ, ബ്രഹ്മത്തെ അറിഞ്ഞവൻ എന്നൊക്കെ അർത്ഥമാണ്. ബ്രഹ്മവിത്തരൻ എന്ന് പറഞ്ഞാൽ അതിൽ
കമ്പാരറ്റീവ് ഡിഗ്രി. ബ്രഹ്മവിത്ത് തമൻ എന്ന് പറഞ്ഞാലോ സൂപ്പർലേറ്റീവ് ഡിഗ്രി, അതിനു മുകളിലില്ല. അപ്പം അങ്ങനെ ബ്രഹ്മവിത്തുക്കളിൽ തമനാണ്, ബ്രഹ്മജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠനാണ്. ആ ബ്രഹ്മജ്ഞാനം ഉറച്ചിട്ടുള്ള ആൾ തന്നെയാണ്. വിരക്തഃ ഇന്ദ്രിയാർത്ഥേഷു, ഇന്ദ്രിയാർത്ഥേഷു വിരക്തഃ, ഇന്ദ്രിയ വിഷയങ്ങളിൽ ഒരു രാഗവും ഇല്ലാത്തവൻ, ഒരു അട്രാക്ഷനും ഇല്ല ഒന്നിനോടും. എന്തെങ്കിലും കാണിച്ച് അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഒരു ഇന്ദ്രിയ വിഷയങ്ങളിലും ഒരു സുഖവും കാണാത്ത ആളാണ്. കാരണം അതിൻ്റെ തത്വം അറിഞ്ഞ ആളാണ് എന്നർത്ഥം. ഇതൊക്കെ എത്രയേ ഉള്ളൂ. ഈ എന്താ പറയുക, എന്നെ മയക്കാനായിട്ട് ഇതൊന്നും പോരാ എന്നുള്ള അറിവുള്ള ആളാണ്. എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്നെ മയക്കാൻ നോക്കണ്ട. അപ്പോൾ ഞാൻ പശുബുദ്ധിയല്ല, ഞാൻ വേണ്ടതുപോലെ കാര്യങ്ങളെ വിചാരം ചെയ്ത് ഉറപ്പിച്ചിട്ടുള്ള വസ്തുനിഷ്ഠമായ അറിവ് ഉള്ള ആളാണ്. അപ്പോൾ ഇന്ദ്രിയാർത്ഥേഷു വിരക്തഃ, ഇന്ദ്രിയ വിഷയങ്ങളിലൊന്നിലും രാഗമില്ല, രക്തനല്ല. അദ്ദേഹത്തിൻ്റെ ആ അനുരാഗം പോയതാണ്. പ്രശാന്താത്മാ, അദ്ദേഹത്തിൻ്റെ ആത്മാ മനസ്സ് പ്രശാന്തം. ആരുടെ മനസ്സാണ് അശാന്തമാവുക? കാമങ്ങളുള്ളവർക്ക്. ഉള്ളിൽ കാമമുണ്ടോ അവരുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും, അശാന്തമായിരിക്കും. ഏത് വിഷയത്തെക്കുറിച്ചാണോ കാമം അതിനെക്കുറിച്ചായിരിക്കും മനസ്സ് ചിന്തിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ മനസ്സെവിടെയാണ്? ആ വിഷയത്തിലാണ്. അത് തന്നെയാണ് അസ്വസ്ഥത, അത് തന്നെയാണ് അശാന്തി. ആ വിഷയത്തെക്കുറിച്ച് നിരന്തരം അതെങ്ങനെ സ്വന്തമാക്കാം, എങ്ങനെ സ്വന്തമാക്കാം, എങ്ങനെ സ്വന്തമാക്കാം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് അശാന്തി. അതിനാരെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ അവരെക്കുറിച്ച് ദ്വേഷമുണ്ടാകുന്നു, ക്രോധമായി മാറുന്നു. അല്ലേ? തനിക്ക് ഭയമുണ്ടാകുന്ന, തൻ്റെ ആഗ്രഹിച്ച കാര്യം സാധിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്ന ആളുകളോടൊക്കെ ക്രോധമുണ്ടാകുന്നു. അപ്പം അങ്ങനെ അശാന്തി വർദ്ധിക്കുന്നു. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് പ്രശാന്താത്മാ, പ്രകർഷേണ ശമിച്ചിരിക്കുന്ന മനസ്സോടുകൂടിയവൻ, ഒരു തരംഗവുമില്ലാത്ത ആഴി പോലെ, അഗാധ ഗംഭീരമായ സമുദ്രം പോലെ അദ്ദേഹത്തിന്റെ മനസ്സടങ്ങിയിരിക്കുന്നു. അചലവാരി സിന്ധുവത്, ഇളകാത്ത വെള്ളമുള്ള സമുദ്രം പോലെ. പ്രശാന്താത്മാ ജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെയെല്ലാം ജയിച്ചവനാണ്. മറ്റത് മനസ്സിനെ ജയിച്ചതാണ് പ്രശാന്താത്മാ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ജിതേന്ദ്രിയ എന്ന് പറഞ്ഞതിലൂടെ ദമം, മറ്റത് ശമം, ഇത് ദമം. ഇന്ദ്രിയങ്ങളുടെ ചാബല്യങ്ങൾക്കൊന്നും വശംവദനല്ല, ചേഷ്ടകളൊന്നുമില്ല ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ഒരു തരത്തിലുള്ള ഇളക്കങ്ങളും ഇല്ലാത്ത ആളാണ്. എന്തെങ്കിലും കണ്ടാൽ ഹാ എന്ന് പറഞ്ഞ് വായും പൊളിച്ചു പോകുന്ന സ്വഭാവമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചെവി കൂർപ്പിച്ച് കേൾക്കാനുള്ള ത്വരയില്ല. അപ്പൊ അങ്ങനെ ഇന്ദ്രിയങ്ങളൊക്കെ അടങ്ങിയ ആളാണ്. ജിതേന്ദ്രിയ, സ്വാഭാവികമായി ഇന്ദ്രിയ ജയം നേടിയ ആളാണ്. അപ്പൊ ഇത്രയും ഗൗരവമുള്ള ഒരാളാണ് ആര്? കുചേലൻ, മഹാജ്ഞാനി. അങ്ങനെയുള്ള ഒരാളെ കഥകളിയിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ സപ്താഹങ്ങളിലൊക്കെ കെട്ടിയെഴുന്നള്ളിക്കുന്നത് കാണുന്നത് വളരെ സിമ്പതി തോന്നുന്ന രൂപത്തിലാണ്. പരവശനായിട്ട് എന്തൊക്കെയോ ചേഷ്ടകൾ കാണിക്കുന്നതായിട്ട്. അദ്ദേഹത്തിന് ഒരൊറ്റ പാരവശ്യമുള്ളൂ, ഭക്തി പാരവശ്യം. ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി കൊണ്ടുള്ളതായിട്ടുള്ള പാരവശ്യം, അത് ആ പക്വതയോടുകൂടി തന്നെയാണ് പ്രകടിപ്പിക്കുക എന്ന് പറയാം, ചാബല്യമായിട്ടല്ല. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള യോഗ്യതകളൊക്കെ തികഞ്ഞ ആളായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഉള്ളിൽ ബഹുമാനമാണ് വേണ്ടത്, സിമ്പതി ഒട്ടും വേണ്ട. അദ്ദേഹത്തോട് സിമ്പതി കാണിക്കാൻ പാടുള്ളതല്ല. ബഹുമാനിക്കേണ്ട ആളുകളോട് സിമ്പതി കാണിക്കുന്നത് നമുക്ക് പ്രയോജനമില്ലാതാവും. യദൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമീ തസ്യ ഭാര്യാ കുചൈലസ്യ ക്ഷുക്ഷാമാ ച തഥാവിധാം. യദൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമീ തസ്യ ഭാര്യാ കുചൈലസ്യ ക്ഷുക്ഷാമാ ച തഥാവിധാം. യദൃച്ഛയാ ഉപപന്നേന വർത്തമാനഃ, യാദൃച്ഛികമായി ഉപപന്നം സമീപത്ത് വന്നത്, തൻ്റെ അടുത്ത് വന്നു ചേർന്നത്,
അതുകൊണ്ട് വർത്തമാന വർത്തിക്കുന്നവൻ. അപ്പോൾ യദൃച്ഛാലാഭ സന്തുഷ്ട, എന്താണോ യാദൃച്ഛികമായി അഥവാ ഈശ്വരേച്ഛയാ വരുന്നത്, ആ വരുന്നതിൽ സന്തുഷ്ടനാണ്. വരാത്തതിനെക്കുറിച്ച് ആങ്സൈറ്റി ഇല്ല, പോയതിനെക്കുറിച്ചിട്ടുള്ള വറീസും ഇല്ല. അപ്പോൾ ആങ്സൈറ്റീസ്, വറീസ് ഒന്നുമില്ലാത്ത, യാതൊരു അജിറ്റേഷനും ഇല്ലാത്ത, തൻ്റെ അടുത്ത് വരുന്നതിനെ സ്വീകരിച്ചുകൊണ്ട് സന്തോഷമായി കഴിയുന്ന ആളാണ് യദൃച്ഛയാ ഉപപന്നേന വർത്തമാന. അപ്പം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അയാൾ ഒരു സന്യാസിയാണോ എന്ന് തോന്നാം. അല്ല, ഗൃഹസ്ഥാശ്രമി തന്നെയാണ്. ഗൃഹസ്ഥാശ്രമിയായിട്ടും ഇങ്ങനെയുള്ള ആളാണ്. എന്നാണ് ഗൃഹാശ്രമിയാണ്. തസ്യ ഭാര്യ കുചൈലസ്യ ക്ഷുക്ഷാമാ ച തഥാവിധാം. ഈ ശ്ലോകം വായിച്ചില്ലേ അല്ലേ? യദൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമീ തസ്യ ഭാര്യ കുചൈലസ്യ ക്ഷുക്ഷാമാ ച തഥാവിധാം. യദൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമീ തസ്യ ഭാര്യ കുചൈലസ്യ ക്ഷുക്ഷാമാ ച തഥാവിധാം. അപ്പോൾ യദൃച്ഛയാ ഉപപന്നേന വർത്തമാനഃ ന സന്യാസി ഗൃഹാശ്രമീ ഏവ. ഗൃഹാശ്രമി തന്നെയാണ്. ഗൃഹസ്ഥാശ്രമിയായിട്ടും ഇങ്ങനെ ജീവിക്കുന്ന ആളാണ്, പക്വതയുള്ള ബ്രാഹ്മണനാണ് എന്ന് പറയാം. ഒരു ബ്രാഹ്മണർ ഗൃഹസ്ഥാശ്രമി ആയാലും അവർക്ക് ഈ ഒരു പാകത ഉണ്ടാവേണ്ടതാണ്. അവർ പക്വതയുള്ളവരായിരിക്കണം. മറ്റുള്ള ക്ഷത്രിയരും വൈശ്യരും ശൂദ്രർക്കും ഗൃഹസ്ഥാശ്രമിയായിരിക്കുമ്പോൾ ഇത്രയും അടക്കം ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം അവരുടെ ഗുണം രജോ ഗുണവും തമോ ഗുണവുമാണ്. ഇവിടെ സത്വഗുണപ്രധാനിയാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്ന ആള്. സത്വഗുണത്തിന്റെ പ്രകടമായിട്ടുള്ള ഭാവമാണിത്. ഗൃഹാശ്രമിയായിട്ടും യാതൊരു അജിറ്റേഷനും ഇല്ല, ഒരു തരത്തിലുള്ള ആങ്സൈറ്റിയും ഇല്ല, ഒരു വെപ്രാളവും ഇല്ല. ഈശ്വരൻ എന്താണോ നൽകുന്നത് അതിൽ സന്തുഷ്ടി, യദൃച്ഛാലാഭ സന്തുഷ്ടി. അതാണ് ബ്രാഹ്മണ ലക്ഷണം. ക്ഷത്രിയന്മാരിങ്ങനെ ആവാൻ പാടില്ല. അവരിത്തിരി രജോ ഗുണം കൊണ്ട് തങ്ങൾക്ക് വെട്ടിപ്പിടിച്ച രാജ്യത്തിന്റെ വ്യാപ്തി ഇനിയും കൂട്ടണം എന്നുള്ള വ്യഗ്രത ഉണ്ടാവാം. ശത്രുക്കളോടൊക്കെ ദ്വേഷബുദ്ധി ഉണ്ടാവാം. ഒരിക്കലും മതി എന്നുള്ള തോന്നല് ഒരു രാജാവിന് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആയാൽ രാജ്യം വികസിക്കില്ല. എപ്പോഴും ഇനിയും ബെറ്റർ തൻ്റെ പ്രജകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കണം എന്നുള്ള ചിന്ത ഒരു ക്ഷത്രിയൻ ഉണ്ടാവണം. വൈശ്യനും അതുപോലെ തന്നെ. വൈശ്യന് യദൃച്ഛാലാഭ സന്തുഷ്ടി പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾ ആ പണി ഉപേക്ഷിച്ച് മക്കളെ പണി ഏൽപ്പിച്ച് റിട്ടയർ ചെയ്യണം. രാജാവും അങ്ങനെ തന്നെ. രാജാവിനും യദൃച്ഛാലാഭ സന്തുഷ്ടി വന്നു, മക്കളെ പിടിച്ച് യുവരാജാവോ രാജാവോ ഒക്കെ ആക്കിയിട്ട് വനവാസം, വാനപ്രസ്ഥം. അവിടെ ഗൃഹസ്ഥാശ്രമിയായിരിക്കാൻ അയാൾ യോഗ്യനല്ല. ഇത് തിരിച്ചറിയണം. നമ്മൾ എല്ലാവർക്കും ബാധകമല്ല എന്ന് പറയുക. ഒരു വൈശ്യൻ കച്ചവടത്തിൽ എപ്പോഴും തനിക്ക് കൂടുതൽ സമ്പാദ്യമുണ്ടാവണം, ലാഭമുണ്ടാവണം എന്നുള്ള വ്യഗ്രത ഉണ്ടായിരിക്കണം. അപ്പോഴേ വൈശ്യൻ കച്ചവടത്തിൽ മുന്നേറുകയുള്ളൂ. കൂടുതൽ ഇന്നോവേറ്റീവായിട്ടുള്ള പ്രോഡക്ട്സ്, ജനങ്ങൾക്ക് പ്രയോജനമുള്ള പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അവയെ പരസ്യപ്പെടുത്തിക്കൊണ്ട് വരൂ എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് ആകർഷിച്ചുകൊണ്ട് തൻ്റെ കച്ചവടത്തെ വർദ്ധിപ്പിക്കാൻ നോക്കുന്നവനാണ് നല്ല വൈശ്യൻ. അല്ലാതെ യദൃച്ഛാലാഭ സന്തുഷ്ടനായിട്ടുള്ള വൈശ്യന്മാർ അവർ അർഹനല്ല പിന്നെ അവിടെ ഇരിക്കാൻ. അവർ മക്കളെ പണി ഏൽപ്പിച്ചിട്ട് അവർ റിട്ടയർ ചെയ്യാം, വാനപ്രസ്ഥരാവാം, സന്യാസിമാരാവാം. നേരെ മറിച്ച് ബ്രാഹ്മണന്റെ ജീവിതം മറ്റൊന്നാണ്. അയാൾ സമൂഹത്തിന് മൊത്തത്തിൽ മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കുന്ന ജ്യേഷ്ഠന്മാരാണ്. ഇതൊരു പക്വതയാണ്. ഗൃഹാശ്രമി, ഇതാണ് ബ്രാഹ്മണ ഗൃഹസ്ഥന്റെ പോലും ലക്ഷണം എന്ന് പറയണം. അയാള് ഒരു സന്യാസിയുടെ അടുത്തെത്തിക്കഴിഞ്ഞു. ഒരു ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ അടുത്ത പടി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഗൃഹസ്ഥാശ്രമിയായ ബ്രാഹ്മണന്
ഇനി അടുത്ത പ്രൊമോഷൻ എവിടേക്കാണ്, അയാളുടെ എവല്യൂഷൻ ഏത് സ്റ്റേജിലേക്കാണെന്ന് ചോദിച്ചാൽ സന്യാസം. എവല്യൂഷനിൽ ഏറ്റവും മുകളിലത്തെ പടിയിൽ എത്തിക്കഴിഞ്ഞു. ഇനി അടുത്തത് സന്യാസം എന്നുള്ള ഒറ്റ പടിയേ ബാക്കിയുള്ളൂ. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ കച്ചവടക്കാരും ഭരണാധികാരികളായിട്ടുള്ളവരും ഒക്കെ എതിർച്ചാലാപ സന്തുഷ്ടന്മാരായിരിക്കാൻ പാടുള്ളതല്ല. ഇത് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുക. അങ്ങനെ പലരും വ്യാഖ്യാനിച്ചാണ് നമ്മുടെ ഹിന്ദു സമൂഹം നപുംസകങ്ങളായി തീർന്നതേ. ഒന്നിനും കൊള്ളാതെയായി. സ്വധർമ്മം എന്താണെന്ന് തലതിരിഞ്ഞ് പോയി. അപ്പോൾ ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ അയാള് യോഗ്യത എത്തിക്കഴിഞ്ഞു. അയാൾക്ക് ഈശ്വരൻ കൊടുക്കുമെന്നുള്ള നല്ല ഉറപ്പുണ്ട്. അയാള് കൃഷി ചെയ്യുന്നില്ല, കച്ചവടം ചെയ്യുന്നില്ല, രാജ്യം വെട്ടിപ്പിടിച്ച് ഭരിക്കുന്നില്ല, അതിൻ്റെ ഒന്നും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. സ്വന്തം ധർമ്മം പരിപാലിക്കുക മാത്രമേ വേണ്ടൂ. അങ്ങനെയുള്ള ആളുകൾക്ക് രാജാക്കന്മാര് അല്ലെങ്കിൽ മറ്റുള്ളവര് അങ്ങോട്ട് കൊടുത്തവരെ സമൂഹത്തെ നിലനിർത്തുകയും രക്ഷിക്കുകയും വേണം. അതുകൊണ്ടാണ് ബ്രാഹ്മണ സന്തു നിർഭയാഹ എന്ന് പറഞ്ഞത്. അവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു പ്രാർത്ഥന. എല്ലാവരും നിർഭയരായിട്ട് തന്നെ ഇരിക്കണ്ടേ? ക്ഷത്രിയാ സന്തു നിർഭയാഹ, വൈശ്യാഹ സന്തു നിർഭയാഹ, ശൂദ്രാഹ സന്തു നിർഭയാഹ എന്ന് പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥനയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത് ബ്രാഹ്മണ സന്തു നിർഭയാഹ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? അവർക്ക് ആങ്സൈറ്റി ഉണ്ടാവാൻ പാടില്ല. ഏതിനെക്കുറിച്ച്? അവരുടെ നാളത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം എവിടുന്ന് കിട്ടും എന്നുള്ള ഭയം അവർക്കുണ്ടാവാൻ പാടില്ല. സമൂഹം അത് നികത്തണം. അവര് അതിനുവേണ്ടി പ്രയത്നിക്കാൻ ഗതികേടുണ്ടാക്കരുത്. അവരെ രക്ഷിക്കേണ്ടത് അതാണ്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഹ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അപ്പൊ അവിടെയൊക്കെയുള്ള ബ്രാഹ്മണ ശബ്ദം ഇതുപോലെയുള്ള ആളുകളെയാണ്. ഇതുപോലെ ലോകം വെട്ടിപ്പിടിക്കാനും വേറെ കച്ചവടം ചെയ്തും മറ്റുമൊക്കെ സമ്പാദിച്ചു കൂട്ടാനും ഒന്നും വ്യഗ്രത കാണിക്കാതെ എപ്പോഴും സ്വാധ്യായ പ്രവചനങ്ങളിൽ മുഴുകിക്കൊണ്ട് ബ്രഹ്മനിഷ്ഠയ്ക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെയാണ് ഇവിടെ ഈ ബ്രാഹ്മണ ശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ളവർക്കാണ് ദാനം കൊടുത്താൽ ഉത്തമം. അല്ലാതെ എന്താ പറയുക, നല്ലോണം സമ്പാദിക്കുന്നതായിട്ടുള്ള കച്ചവടക്കാരനായിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ അയാൾ ബ്രാഹ്മണനാണ് എന്നും പറഞ്ഞ് വിളിച്ചു വരുത്തി ദാനം കൊടുക്കുകയും ശാപ്പാട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അധർമ്മമാണ്. തിരിച്ചറിയുക എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം. അപ്പൊ ഇവിടെ കുചേലനെ ഒരു മോഡൽ ബ്രാഹ്മണനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും റോൾ മോഡൽ. ഇതേ കാലത്ത് തന്നെയാണ് ദ്രോണാചാര്യൻ എന്ന ബ്രാഹ്മണനും ജീവിച്ചത്. അദ്ദേഹത്തിന് എന്ത് പറ്റിയിച്ചാൽ അദ്ദേഹത്തിന്റെ മകനായ അശ്വത്ഥാമാവിനെ അന്നത്തെ രാജകുമാരന്മാർ പരിഹസിച്ചു, നിന്ദിച്ചു. അരിമാവ് കലക്കിയ വെള്ളം പാലാണെന്ന് പറഞ്ഞു കൊടുത്ത് പറ്റിച്ചു. അപ്പൊ ക്ഷത്രിയന്മാർ അധപ്പതിച്ചു. ക്ഷത്രിയന്മാരാണ് ബ്രാഹ്മണരെ രക്ഷിക്കേണ്ടത്, സന്തോഷിപ്പിക്കേണ്ടതാണ്. ന്യായേന മാർഗേണ മഹിം മഹീഷാഹ പരിപാലയന്താം. ന്യായമാർഗത്തിലൂടെ മഹിയെ മഹീശന്മാർ പരിപാലിക്കുമ്പോൾ അതിൽ ബ്രാഹ്മണരുടെ ക്ഷേമം അവർ നോക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ ബ്രാഹ്മണർ ക്ഷേമം ആയിരുന്നില്ല, അവർക്ക് ക്ഷേമം ഉണ്ടായിരുന്നില്ല. അവർ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു. വെറും പശുവും പാല് കുടിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അന്നൊക്കെ ഇഷ്ടംപോലെ പശുക്കളുള്ള രാജ്യം. പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം എന്നുള്ള നിയമം ഉണ്ടായിരുന്ന കാലം. അപ്പൊ അങ്ങനെയുള്ള
അവസ്ഥയിലും ദ്രോണർക്ക് ഒരു പശുവിനെയും ആരും ദാനം ചെയ്തിട്ടില്ല തോന്നുന്നു, അല്ലേ? ദ്രോണർക്ക് പശുവിനെ ആരും ദാനം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകന് പശുവും പാല് കൊടുക്കാൻ കഴിയാതിരുന്നത്. ആ പശുവിന്റെ പാലിനെ കുറിച്ച് അറിയാതിരുന്ന ആ കുട്ടിയെ പരിഹസിച്ചുകൊണ്ട് അരിമാവ് കലക്കിയ വെള്ളം കൊടുത്ത ക്ഷത്രിയന്മാർ അത്യന്തം ക്രൂരന്മാരാണ്, ദുഷ്ടന്മാരാണ്. അപ്പോൾ ആ ക്ഷത്രിയന്മാർ ദുഷിച്ചപ്പോൾ ബ്രാഹ്മണർക്ക് നിലനിൽപ്പില്ലാതായി. അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി പരിശ്രമിക്കേണ്ട ഗതികേട് വന്നു. അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ സുഹൃത്തായ ദ്രുപദനെ അന്വേഷിച്ച് ചെല്ലുന്നത്. ദ്രുപദൻ തനിക്ക് പാതി രാജ്യം തരാമെന്ന് ബാല്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കോർത്തുകൊണ്ട് പാതി രാജ്യമൊന്നും കിട്ടിയില്ലെങ്കിലും തനിക്ക് അവിടെ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടി, എൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കാനുള്ള സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ ദ്രുപദനും വളരെയധികം അധപ്പതിച്ചിരുന്നു. ഒരു തേർഡ് റേറ്റ് ക്ഷത്രിയനായിട്ടാണ് പെരുമാറിയത്. തൻ്റെ ബാല്യകാല സുഹൃത്ത്, തൻ്റെ ഗുരുവിൻ്റെ പുത്രൻ ഒക്കെ ആയിരുന്ന ആ ദ്രോണരോട് പറഞ്ഞ വാക്ക്, മുമ്പ് പറഞ്ഞിരുന്ന പാതി രാജ്യമൊന്നും കൊടുത്തിരുന്നെങ്കിലും അദ്ദേഹത്തെ ഒന്ന് സൽക്കരിക്കാനും പൂജിക്കാനും കുറച്ച് ദിവസം അതിഥിയായിട്ട് ഇവിടെ ഇരിക്കൂ, അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ, അങ്ങ് വലിയ വിദ്യയൊക്കെ ഉള്ള ആളല്ലേ, ഇവിടെയുള്ള കുട്ടികൾക്ക് കുറച്ച് ശിക്ഷണം കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സ്വീകരിച്ചിരുന്നെങ്കിൽ, ദ്രോണരെ അപമാനിക്കാതിരുന്നുവെങ്കിൽ ഈ മഹാഭാരത യുദ്ധത്തില് ദ്രോണൻ അധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കില്ലായിരുന്നു. അപ്പൊ ദ്രോണനെ അധർമ്മത്തിന്റെ പക്ഷത്തേക്ക് ആക്കിയതാരാണ്? ഈ തേർഡ് റേറ്റ് ക്ഷത്രിയന്മാരാണ്. വാക്കിന് വ്യവസ്ഥയില്ലാത്തവൻ ദ്രുപദൻ. ദ്രുപദൻ എന്നുള്ള വാക്കിന് സ്ഥൂലമായിട്ടുള്ള അർത്ഥം വൃക്ഷം കൊടിയടയാളമായിട്ടുള്ളവൻ എന്നാണ്. ദ്രു എന്നാൽ ദ്രുമ വൃക്ഷം. ആ വൃക്ഷത്തെ കൊടിയടയാളമാക്കി കൊണ്ടു നടക്കുന്നവൻ. ആ പാഞ്ചാല ദേശത്തിന്റെ കൊടിയടയാളമാണ് വൃക്ഷം, മരം. അപ്പോൾ അതാണ് സ്ഥൂലാർത്ഥം. എങ്കിലും വാസ്തവത്തിൽ ആ അക്ഷരങ്ങളുടെ സൂക്ഷ്മാർത്ഥം പദത്തിൽ നിന്ന് ദ്രവിച്ചവൻ. പദം വാക്ക്, പറഞ്ഞ വാക്ക് സത്യം. ആ സത്യത്തിൽ നിന്ന് ദ്രവിച്ചവൻ, സത്യം ലംഘിച്ചവൻ ദ്രുപദൻ. അതുകൊണ്ടാണ് ശത്രുത ഉണ്ടായി അവർ തമ്മിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാര ബുദ്ധിയായി. ദ്രോണൻ ദ്രുപദനെ പ്രതികാരം ചെയ്യാനായിക്കൊണ്ട് താൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളെ അയച്ചു. അതിലവസാനം അർജുനൻ കെട്ടിക്കൊണ്ടുവന്നു. ദ്രോണൻ ദ്രുപദന്റെ ശിരസിൽ കാലുവെച്ചു. തൻ്റെ ആ പ്രതികാരം, ഉള്ളിലുള്ള പ്രതികാരം അങ്ങനെയായി പ്രകടമായി. അപ്പോഴാണ് അർജുനനാണ് തടഞ്ഞത്. ഒരു രാജാവാണ്, ശിരസിൽ കിരീടം വെച്ചിട്ടുള്ള രാജാവിൻ്റെ തലയിൽ കാല് വെക്കരുത് എന്നുള്ള രീതിയിൽ ഗുരുവിനെ തടഞ്ഞു ശിഷ്യനായ അർജുനൻ. അപ്പോൾ അപമാനിതനായി പോയ ദ്രുപദൻ പിന്നീട് പ്രതികാരം ചെയ്യാൻ, അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി മകനെ ജനിപ്പിക്കാൻ വേണ്ടി യാഗം ചെയ്ത് ദൃഷ്ടദ്യുമ്നനെ ജനിപ്പിച്ചു. തന്നെ ജയിച്ച അർജുനനെ സ്വന്തമാക്കാൻ വേണ്ടി അതിനുവേണ്ടി ഒരു മകൾ പാഞ്ചാലിയെ ജനിപ്പിച്ചു. എന്തെല്ലാം കഥകളാണ്. അപ്പോൾ ഈ കഥകൾക്കൊക്കെ കാരണം എന്താണ്? ക്ഷത്രിയന്റെ ധർമ്മം വെടിഞ്ഞു, ബ്രാഹ്മണന്റെ ധർമ്മം വെടിയാൻ കമ്പൽഡായി. സമൂഹം വർണ്ണസങ്കരം വന്നു ചേർന്നു. ഇതുതന്നെയാണ് കർണന്റെയും അവസ്ഥ. കർണനും വർണ്ണസങ്കരം വന്നു ചേർന്നു. നല്ല ക്ഷത്രിയനായിരുന്നു, എല്ലാ യോഗ്യതയുള്ള ഉത്തമ ക്ഷത്രിയനായിരുന്നു. പക്ഷെ അന്നത്തെ സമൂഹം അദ്ദേഹത്തെ അംഗീകരിച്ചില്ല, നിന്ദിച്ചു. അതിൻ്റെ ഫലമായി അധർമ്മിയായ ദുര്യോധനന്റെ പക്ഷത്തായിപ്പോയി. അപ്പൊ ഇങ്ങനെ ദ്രോണൻ കുചേലന്റെ അത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല, അതും പറയാം. കുചേലന്റെ ക്വാളിറ്റി ഒന്ന് വേറെ, ദ്രോണന്റെ ആ സത്വഗുണം ഒന്ന് വേറെ. സത്വഗുണത്തിന്റെ ആ ഒരു ഇതാണ്. അപ്പൊ സത്വഗുണത്തിൽ രജോ ഗുണം കലർന്നവരാണ് ക്ഷത്രിയന്മാര്. ആ രജോ ഗുണത്തിന്റെ അംശം കൂടിയ ആളാണ് ദ്രോണൻ.
രജോ ഗുണത്തിൻ്റെ അംശം കുറഞ്ഞ ആളാണ് കുചേലൻ. അദ്ദേഹത്തിന് രജോ ഗുണം ഉണ്ടായില്ല, അല്ലെങ്കിൽ ആ ഒരു അജിറ്റേഷനൊന്നും ഉണ്ടായില്ല. മഹാശാന്തനായിരുന്നു. തൻ്റെ ദാരിദ്ര്യത്തിലും ഭാര്യ എന്തൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് അതിലൊന്നും വലിയൊരു കുലുക്കമുണ്ടായിരുന്നില്ല. പിന്നെയും പല പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് ഭഗവാനെ കാണാൻ പോകുന്നത്, അല്ലേ? അത് നമുക്കറിയാം. അപ്പോൾ ആ കാലത്തെ ഇവരെ നമ്മൾ വിലയിരുത്താൻ ആ ഗുണ സ്വഭാവം, സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഈ കഥകളൊക്കെ മഹാഭാരതത്തിലുള്ളതാണ്. മഹാഭാരതത്തെ വേണ്ട പോലെ വിചാരം ചെയ്ത് ഗ്രഹിക്കണം. വെറുതെ കഥാപുസ്തകം വായിക്കുന്ന പോലെ വായിച്ചാൽ പോരാ. അതിനെ ഒന്നുകിൽ നല്ല ആചാര്യന്മാർ ഇന്റർപ്രറ്റ് ചെയ്ത് തരണം, അല്ലെങ്കിൽ മനസ്സിരുത്തി മനനം ചെയ്യണം. സ്വയം മനനം ചെയ്താലും മതി, യുക്തിയുക്തം മനനം ചെയ്യണം. മഹാഭാരതം വായിക്കേണ്ടത് ആദ്യം അനുശാസന പർവമാണ് വായിക്കേണ്ടത്. എന്നാലേ മഹാഭാരതം മനസ്സിലാവുള്ളൂ. ശാന്തി പർവം, അനുശാസന പർവം, ഈ രണ്ട് പർവങ്ങളിൽ ഭീഷ്മർ ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഉപദേശിക്കുന്ന, യുധിഷ്ഠിരന് കൊടുക്കുന്ന ആ 30,000 ശ്ലോകങ്ങളിലൂടെയുള്ള സകല ധർമ്മങ്ങളും ആദ്യം വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മഹാഭാരതം വായിക്കുമ്പോൾ നമുക്കതിനെ വേണ്ട പോലെ ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയും. ആരൊക്കെ എന്തൊക്കെ അധർമ്മം പ്രവർത്തിച്ചു എന്നത് നമുക്കൊന്ന് വേണ്ട പോലെ വിലയിരുത്തണമെങ്കിൽ ധർമ്മബോധം ഉണ്ടാവണം. ആ ധർമ്മബോധം ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഉപദേശിച്ച ആ ഉപദേശങ്ങളിലാണുള്ളത്. ഇതേ ഭീഷ്മര് നല്ല ആരോഗ്യത്തോടെ കൂടി ഇരിക്കുമ്പോൾ ഉപദേശിച്ചിരുന്നുവെങ്കിൽ ഈ മഹാഭാരത യുദ്ധമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. വേണ്ടപ്പോൾ വേണ്ടതുപോലെ എവിടെയൊക്കെ ആരൊക്കെ അധർമ്മം ചെയ്യുന്നു അവരെ തടഞ്ഞ് ധർമ്മത്തിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്ന ആ ഒരു പ്രവൃത്തി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മഹാഭാരത യുദ്ധമൊക്കെ എന്നോ ഒഴിവായി പോയിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് അത് തോന്നിയില്ല. അദ്ദേഹം ശരശയ്യയിൽ കിടന്നുകൊണ്ടാണ് അവസാന കാലത്താണ് ഇതെല്ലാം ഉപദേശിക്കുന്നത്. അപ്പോൾ വ്യാസന് നമ്മളോട് പറയാനുള്ളതും അതുതന്നെയാണ്. ഇത്രയും നാശനഷ്ടങ്ങൾ, സംഘർഷങ്ങൾ ഇതെല്ലാം വർണ്ണിച്ചു ഞാൻ. ഇതാണ് ലോക സ്വഭാവം. ഇത് മനസ്സിലാക്കുക. ഇത് സംഭവിക്കാതിരിക്കാൻ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് ചോദിച്ചാൽ ഇതാ അവസാനം നൽകിയിട്ടുള്ള ഈ ഉപദേശം. ഇത് മനസ്സിലാക്കുക. ഇതാണ് വ്യാസന്റെ സന്ദേശം. ഏത്? ഭീഷ്മർ ശരശയ്യയിൽ കിടന്ന് കൊടുത്തതായിട്ടുള്ള ധർമ്മോപദേശങ്ങളാണ് വ്യാസന്റെ സന്ദേശം. അല്ലാതെ ആ കഥകൾ വെറുതെ അതിലേക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി മാതൃകകളായിട്ട് നമുക്ക് തന്നതാണ് ഈ ധർമ്മം പഠിക്കാൻ, ഉരച്ചു നോക്കാൻ. അപ്പം നമുക്ക് ഈ ശരശയ്യയിൽ കിടന്ന് പറഞ്ഞ ഈ ഭീഷ്മരാണ് ഏറ്റവും അധികം അധർമ്മം ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാകും. അങ്ങനെ വേണം നമ്മൾ മഹാഭാരതത്തെ വായിക്കാൻ, കാണാൻ. അപ്പം അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ദ്രോണരും ഒരു ബ്രാഹ്മണനായിരുന്നു അതേ കാലത്ത്, കുചേലനും ഒരു ബ്രാഹ്മണനായിരുന്നു സെയിം കാലത്ത്, അല്ലേ? ശ്രീകൃഷ്ണ ഭഗവാന്റെ സമകാലീനന്മാരായിരുന്ന രണ്ടുപേർ. അതിലൊരാൾക്ക് രജോ ഗുണം അധികമായതുകൊണ്ട് അയാൾ അമ്പും വില്ലും ഒക്കെ എടുത്ത് അസ്ത്രവിദ്യകൾ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ആളായി അധപ്പതിച്ചു. ബ്രാഹ്മണ്യം വെടിഞ്ഞു. ബ്രാഹ്മണ്യ ഗുണങ്ങളെ ഉപേക്ഷിച്ച് ഒരു ക്ഷത്രിയ സ്വഭാവത്തിലേക്ക് അയാൾ പതിച്ചു, സങ്കരവർഗമായി മാറി. ബ്രാഹ്മണനെന്ന് സമൂഹം അദ്ദേഹത്തെ വിളിക്കുമ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി ക്ഷത്രിയന്റെ പ്രവൃത്തിയായിരുന്നു. അതാണ് സങ്കരം.
അതേപോലെ ഭീഷ്മരാണ് ഏറ്റവും അധികം സങ്കരം ഉണ്ടാക്കിയത്. കാരണം ഭീഷ്മരെ സംബന്ധിച്ച് വർണ്ണാശ്രമ ധർമ്മങ്ങളിൽ അയാളെ എവിടേക്ക് ഫിറ്റാക്കണം എന്ന് ആർക്കും ഇന്ന് വരെയും തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അംഗങ്ങളാണ് വർണ്ണാശ്രമധർമ്മങ്ങൾ. അപ്പൊ ഭീഷ്മർ ഏത് വർണ്ണത്തിൽപ്പെടും, ഭീഷ്മർ ഏത് ആശ്രമത്തിൽപ്പെടും എന്ന് നിശ്ചയിക്കണം. അങ്ങനെ നിശ്ചയിക്കുമ്പോൾ അദ്ദേഹം തന്നെ ഉപദേശിച്ച വർണ്ണാശ്രമധർമ്മങ്ങളിൽ അദ്ദേഹം അതൊക്കെ അനുഷ്ഠിച്ചുവോ എന്ന് നോക്കണം. നോക്കുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഇത് മനസ്സിലാക്കുന്നതിൽ ഇന്നും ആളുകൾ തെറ്റായി തന്നെയാണ് മഹാഭാരതത്തെ മനസ്സിലാക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും. കാരണം എല്ലാവർക്കും ഭീഷ്മർ ചെയ്ത പ്രവൃത്തികളെ ന്യായീകരിച്ച് അവർ ചെയ്യുന്ന പ്രവൃത്തികളെ ന്യായീകരിക്കണം. ഇപ്പോഴുള്ള ഭീഷ്മർമാർക്കൊക്കെ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ന്യായീകരിക്കാൻ പറ്റിയ ഒരു മോഡലാണ് ഭീഷ്മർ. അപ്പോൾ ആധുനിക ഭീഷ്മർമാർ എന്ന് പറഞ്ഞാൽ അറിവുണ്ട്, പാണ്ഡിത്യമുണ്ട്, കുലമഹിമയുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ അവര് ധർമ്മമാണോ അനുഷ്ഠിക്കുന്നതെന്ന് സംശയവുമുണ്ട്. അപ്പൊ അവർക്ക് കൂട്ടുപിടിക്കാൻ പറ്റിയ ആളാണ് ഭീഷ്മർ. ഭീഷ്മർ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഭീഷ്മർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ന്യായീകരിച്ചാൽ സ്വന്തം ന്യായീകരണമായി. അപ്പം അതുകൊണ്ട് ഭീഷ്മരുടെ ഒരു പ്രവൃത്തിയും ധർമ്മബോധത്തിൻ്റെ ദൃഷ്ടിയിൽ ന്യായീകരിക്കത്തക്കതല്ല, എല്ലാം അധർമ്മമാണ്. അത് തിരിച്ചറിയുമ്പോഴേ സ്വയം തിരുത്താനും ആളുകൾ തയ്യാറാവുള്ളൂ. അല്ലെങ്കിൽ ഇനിയും കാലാകാലങ്ങളിൽ ഭീഷ്മർമാരുണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു ഭീഷ്മരാവരുത് എന്നാണ് മഹാഭാരതത്തിൻ്റെ സന്ദേശം. വ്യാസൻ നമ്മളോട് പറയുന്നത് ഭീഷ്മരാവരുത്, ദ്രോണരാവരുത്, കർണനാവരുത്, ആവരുത് എന്നാണ് സന്ദേശം. കുചേലനാവൂ, ഭാഗവതത്തിൻ്റെ സന്ദേശം കുചേലനാവൂ. ആരോട്? ബ്രാഹ്മണരോട്. ബ്രാഹ്മണർ മാതൃകയാക്കേണ്ടത് കുചേലനെയാണ്, ദ്രോണനെ അല്ല. ചിന്തിക്കുക. അപ്പോൾ ഈ കുചേലന്റെ മഹിമ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ചില ഒരകല്ലുകളിലൊക്കെ ഒരച്ചും നോക്കണം. അപ്പോഴാണ് എന്തെല്ലാം ദാരിദ്ര്യങ്ങളും വിഷമങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹം ഒരിക്കലും മനസ്സുകൊണ്ട് വിഷമിച്ചില്ല, ഒരാവലാതിയും പറഞ്ഞില്ല. യദൃച്ഛാലാപ സന്തുഷ്ടനായിരുന്നു. യദൃച്ഛോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമീ തസ്യ ഭാര്യ കുചൈലസ്യ ചുക്ഷാമാ ച തഥാവിധാ. അപ്പോൾ കുചേലനെ വർണ്ണിച്ചു. ഇനി അടുത്തത് അദ്ദേഹത്തിൻ്റെ പത്നിയെ പരിചയപ്പെടുത്തുന്നു. ആ പത്നി അദ്ദേഹത്തോട് ഭഗവാനെ കാണാനായിക്കൊണ്ട് പ്രേരിപ്പിക്കുന്നു. നമുക്ക് വൈകുന്നേരം നോക്കാം, കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് കാണാം. വൈകിട്ട് ഒന്ന് പുറത്ത് പോകാനുണ്ട്, പോയിട്ട് വരും.